ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസ്റ്റ് പാടിയ വരി കേട്ടോ. നന്ദിയാൽ പാടി ഞാൻ നല്ലവൻ യേശുവിനെ നാടെങ്ങും ഘോഷിക്കും. സ്വന്തം വീട്ടിൽ പോലും ഘോഷിച്ചിട്ടില്ല പലരും. നമ്മുടെ സ്വന്തമോ ബന്ധു അല്ലാത്ത വേറൊരു വ്യക്തി ഘോഷിച്ചതാണ് കർത്താവിന് നമ്മെ നേടാൻ കഴിഞ്ഞത്. നമ്മൾ സ്വന്തം കുടുംബത്തിൽ പോലും ഘോഷിച്ചിട്ടില്ല. എങ്കിൽ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പാടിയ വരി എനിക്കെതിരെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവും. അങ്ങനെ വരരുത്. നാം ക്രിസ്തുവിലായിരിക്കുക. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഒരു വചനം വായിക്കാം. എഴുന്നേൽക്കാം. തിരുവചനം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ബൈബിളിൽ ക്രമത്തിനുള്ളതല്ല, അതുകൊണ്ട് ഇവിടെ ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കാം. 2 പത്രോസ് 3:3 മുതൽ ഇടയ്ക്കുള്ള ചില വചനങ്ങളാണ്. പിന്നെ യശയ്യാപ്രവാചക വചനങ്ങളുണ്ട്. 2 പത്രോസ് 3:3 മുതൽ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ ഓർത്തുകൊള്ളുവിൻ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപേ കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീട് പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. അടുത്ത വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം 1-2 വേദഭാഗങ്ങളും യെശയ്യാപ്രവാചകൻ 65:17 മുതൽ 19 വരെ. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം 1-2 വേദഭാഗം. ആദ്യം 21-1-2. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്ത് നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്ത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 65-ാമത്തെ അധ്യായം 17, 18, 19, പിന്നെ 24, 25 ഒക്കെയാണ് ഞാൻ ഇടയ്ക്ക് വായിക്കുന്നത്. ആദ്യം 14 മുതൽ 17, 18, 19 വാക്യം ക്രമത്തിലുണ്ട്. യെശയ്യാപ്രവാചകൻ 65:17. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. യെശയ്യാപ്രവചനം 65:19. ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. 24 മുതൽ 25. 65-24 മുതൽ. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, തിരുവചനം വായിക്കപ്പെട്ടിരിക്കുന്നു.
ഇവിടെ യെശയ്യാ പ്രവാചകൻ 65:17 പറഞ്ഞതുപോലെ, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തെ ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിൽ വരികയുമില്ല. കർത്താവായ യേശുവെ ഓരോ കാലത്തും കർത്താവ് സൃഷ്ടിക്കാറില്ല. കർത്താവിന്റെ സൃഷ്ടിയൊക്കെ നല്ലത് എന്നാണ്. എന്നാൽ അത് പാഴും ശൂന്യമായാൽ കർത്താവ് എങ്ങനെയാണ് അത് പുതിയതായി സൃഷ്ടിക്കുന്നത് എന്ന് കർത്താവ് നമുക്ക് ഈ ലോകത്തുള്ള സഭകൾക്കെല്ലാം മറച്ചു വെച്ചിരുന്ന കാര്യം ഈ അന്ത്യനാളിൽ യഥാർത്ഥ ദൈവത്തിന്റെ സഭ ഇതാണ് എന്ന് ഉറപ്പിക്കുവാൻ ഇതിലധികം ഇനി മറ്റൊന്നും വേണ്ട. ഇന്ന് വരെയും ബൈബിൾ ജ്ഞാനികൾ എന്ന് പറയുന്നവർ പറയുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, ഭൂമി തീക്കായി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. എന്നാൽ കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല എന്ന നിയമപ്രകാരം പരിശുദ്ധാത്മാവ് വില്യം മൈരം ബ്രൻഹാം എന്ന ഒരു എളിയ മനുഷ്യന്റെ കൂടെ സംസാരിച്ചിരിക്കുന്നു. തന്റെ സൃഷ്ടിയൊക്കെയും നല്ലത്, അതിനെ കർത്താവ് പുനർനിർമ്മിക്കുക പോലുമല്ല, പുനർസൃഷ്ടിക്കുകയല്ല. എന്നാൽ പാപിയായിരുന്ന നമ്മെ കർത്താവ് കൊന്നു കളഞ്ഞ ശേഷം പുതിയൊരു സൃഷ്ടിയാക്കിയിട്ടല്ല സഭയിൽ വിശ്വാസിയായി കൊണ്ടുവന്നിരിക്കുന്നത്. നാം ആയിരുന്ന അവസ്ഥയിൽ തന്നെ കർത്താവ് നമ്മെ വിളിച്ചിട്ട് ദൈവത്തിന്റെ വചനം ജലസ്നാനത്തോടുകൂടി നമ്മളിലേക്ക് പകർന്നു തന്നപ്പോൾ ഒന്നാമത്തെ കഴുകൽ ജലസ്നാനം. ഭൂമിയും അങ്ങനെ തന്നെയാണ്. നോഹയുടെ കാലത്ത് കർത്താവ് ജലസ്നാനത്താൽ അതിനെ വീണ്ടെടുത്തു. ഓരോ 2000 വർഷവുമാകുമ്പോൾ കർത്താവിന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്. നോഹയുടെ കാലം 2000 വർഷമായപ്പോൾ ജലസ്നാനത്താൽ കഴുകി ബാക്കി മുഴുവനെ കൊന്നുകളഞ്ഞു. വീണ്ടും 2000 വർഷമായപ്പോൾ യേശു വരുന്നു, 4000 വർഷം. ആ തന്റെ വചനത്താൽ കഴുകിയവരെ രക്തത്താൽ കഴുകുന്നു. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരുക്കിയ രക്തം 2000 വർഷം കഴിഞ്ഞപ്പോൾ, അങ്ങനെ ആ രക്തത്താൽ പാപം പോക്കുന്ന രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച ശേഷം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് യേശു ഉയർത്തെഴുന്നേറ്റ് പോയി വീണ്ടെടുപ്പ് വില കൊടുത്ത ശേഷം പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുന്നു. അതിനു മുമ്പായി പരിശുദ്ധാത്മാവ് നമ്മെ കത്തിക്കുന്നു. ആ കത്തലാണ് ഇവിടെ പറയുന്നത്, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. പരിശുദ്ധാത്മാവ് നമ്മുടെ സകല പാപത്തെയും കത്തിച്ചതുപോലെ ദൈവാത്മാവ് ഭൂമിയിലുള്ള പൈശാചിക പ്രശ്നങ്ങളെയും സാത്താന്റെ ജനത്തെയും മുഴുവനും കത്തിച്ചു കളയും. എന്നാൽ ഇവിടെ സൃഷ്ടിക്കും, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. സൃഷ്ടിക്കുന്നതല്ല, സൃഷ്ടിപ്പിൽ എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ നാമുമായിരിക്കണം. ഒരു ശിശുവായിരുന്ന അവസ്ഥയിലേക്ക് കർത്താവ് നമ്മെ തിരികെ കൊണ്ടുപോവുകയാണ്. നിഷ്കളങ്കമായി എന്തിനും ഏതിനും അപ്പനെയും അമ്മയെ ആശ്രയിക്കുന്നത് പോലെ ഇന്ന് ഭൂമിയിലുള്ള നമുക്ക് ഒരേ ഒരു അപ്പൻ, കർത്താവായ യേശു ക്രിസ്തു, നിത്യപിതാവ്. ആ പിതാവിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നിട്ട് സകല പാപത്തെയും കത്തിച്ചു കളഞ്ഞിട്ട് ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു, പഴയത് മുഴുവൻ കഴിഞ്ഞു പോയി, പിന്നെ ക്രിസ്തുവിന് പ്രയോജനമുള്ളതായി തീരും. ലോകം എന്തെല്ലാം പഠിപ്പിക്കുന്നു, കർത്താവ് നമുക്കിത് വെളിപ്പെടുത്തുന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ അന്ത്യനാളിൽ കർത്താവായ യേശുവേ, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് വീണ്ടും പഴയ പഠിപ്പിക്കലുകളിലേക്ക് പോകരുത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ആ ധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത പരിശുദ്ധാത്മാവാണ്. ഈ ലഭിച്ച സ്വർഗീയദാനം ആസ്വദിക്കുകയും നമ്മളെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നിടുകയും പഴയതിലേക്ക് മടങ്ങി പോവുകയും ചെയ്താൽ എത്ര കൊടിയ ശിക്ഷയ്ക്ക് പാത്രമാകും. പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. നമുക്കതറിയാം, അനേകർ ഇവിടെ നിന്ന് വിട്ടുപോയവരൊന്നും ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അന്ത്യനാൾ മടങ്ങി വരും. നോക്കൂ, ആ ധർമ്മിയുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. സൂക്ഷിക്കുന്നത് എങ്ങനെ? കൃപയിലും അർഹിക്കാത്ത ദാനം. എനിക്കറിയാം, എനിക്ക് നിൽക്കാൻ പറ്റും, ഞാൻ വായിക്കുന്നു, ഗ്രഹിക്കുന്നു, ദൈവം എന്നെ വിളിച്ചു, ഞാൻ മണവാട്ടിയാണ് എന്ന് പറയുന്നതിലല്ല. കൃപ കൃപ കൃപ. ഒരു യോഗ്യതയുമില്ല കർത്താവേ. കൃപയിലും നമ്മുടെ കർത്താവായും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ജ്ഞാനത്തിലല്ല, പരിജ്ഞാനത്തിൽ വളരുവിൻ. അവന് എപ്പോഴും എന്നേക്കും ആമേൻ. കരുണയുള്ള കർത്താവെ, ഇതിനുള്ളിലുള്ള തിരുവചനത്തെ പഠിപ്പിക്കാനായി നാം ഇവിടെ വന്നിരിക്കുന്നു. അത് ഗ്രഹിച്ച് അതിന്റെ ഒരു ഫലം കായ്ക്കുന്ന ജീവിതം കായ്പാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം എല്ലാവരും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ആരാണ്? കഴുകൻ കുഞ്ഞുങ്ങൾ. പല രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കഴുകൻ കുഞ്ഞുങ്ങളായിട്ടാണ്. പച്ച മാംസം കഴിക്കുവാനാണ്, ശവം കഴിക്കാനുള്ള അല്ല. ശവം തീനി കഴുകനുണ്ട്. ശവം ഉള്ളയിടത്ത് കഴുക്കൾ കൂടുമെന്നാണ്. അതെന്താണെന്ന് നമ്മൾ കണ്ടു. ശവം ഏതാണ്? ഈ കാലത്തിൻ്റെതല്ലാത്ത മന്ന. മോശയെ ദൈവം വിളിച്ചപ്പോൾ അവരവർക്ക് വേണ്ടുന്നത് അന്നന്ന് കൊടുത്തു. അടുത്ത ദിവസത്തേക്ക് വെച്ചാൽ ചീഞ്ഞു പോകും. അത് പിന്നെ എന്തായി? ശവമായി. അതല്ല ഭക്ഷിക്കാൻ. അതുപോലെ ഈ കാലത്ത് ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഇഷ്ടം നമ്മോട് അറിയിച്ചതാണ് നമ്മുടെ മെസ്സേജ് ബുക്ക്. ഇതാണ് ജീവനുള്ള പച്ച മാംസം, ഇന്നത്തേക്കുള്ള മന്ന. ഇതല്ലാതെ പഴയതിലേക്ക് മടങ്ങിപ്പോയാൽ ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടുമെന്നാണ്. യഥാർത്ഥ കഴുകൻ കുഞ്ഞ് നമ്മളാ. അത് അവർ കഴുകന. ഏത് കഴുകൻ? ശവം തീനി കഴുകൻ. അതായത് ദൈവിക വെളിപ്പാടില്ലാതെ പുരോഹിതന്മാർ പഠിപ്പിച്ചിരുന്ന അതിലേക്ക് നമ്മൾ ഈ പച്ചമാംസവും കഴിച്ചിട്ട് രക്തം, കഴുകൻ എപ്പോഴും രക്തത്തോട് കൂടിയതാണ്. അവയ്ക്കുള്ള ആഹാരം ഏറിയ ഭാഗം ആകാശത്ത് തന്നെ കരുതിയിട്ടുണ്ട് കർത്താവ്. മറ്റു പല പക്ഷികളെയുമാണ് നമ്മൾ കാണുന്നില്ല. നമ്മളെപ്പോഴും മുകളിൽ നോക്കി നടക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു കോഴിക്കുഞ്ഞിനെ പിടിച്ചോണ്ട് പോകുന്നതാണ് പരുന്തിന്റെ ഭക്ഷണമെന്ന്, കഴുകന്മാരുടെ ഭക്ഷണം. കഴുകന്മാർ അതിലും ഉയരത്തിൽ പറക്കുന്നതാ. പരുന്തിനെ പോലും പിടിച്ച് ഭക്ഷിക്കുമത്. നമ്മളത് കാണാത്തത് കൊണ്ട് നമ്മുടെ അറിവിൽ അത് ജ്ഞാനമല്ല, പരിജ്ഞാനം. ദൈവം അതിന് വേണ്ടുന്നത് അതിനെ ആക്കിയ സ്ഥലത്തിനാക്കിയിട്ടുണ്ട്. നമ്മളെ കർത്താവ് ആക്കിയെടുത്ത് നമുക്ക് വേണ്ടുന്ന മന്ന ആക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നന്നത്തെ ജീവന്റെ പുതുക്കത്തിൽ അന്നന്നത്തെ മന്ന ആണ് നാം ഭക്ഷിക്കാൻ വന്നത്. അതിന് ഇവിടെ നിന്ന് പറയുന്നത് കേൾക്കാനല്ല, കർത്താവ് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങൾ കർത്താവിന്റെ ആടാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കും. ആ ശബ്ദം കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടത് നിരാശയോടുകൂടെ പോകണം. അപ്പോഴാണ് നിങ്ങൾ ആത്മാവിൽ ദരിദ്രനാകുന്നത്. ആ ദരിദ്രനാകുന്നവൻ ഭാഗ്യവാൻ. പിന്നെ ദുഃഖമായിരിക്കും. ഇന്ന് എന്നോട് സംസാരിച്ചില്ല, പാസ്റ്റർ എന്തൊക്കെയോ പറഞ്ഞു, ആരൊക്കെയോ അവിടെ നിന്ന് ആമേൻ ഹല്ലേലൂയ പറയുന്നുണ്ട്. അവരോട് കർത്താവ് ഇടപെട്ടു, അവർ പോയി. നാമോ അപ്പൊ ദുഃഖിക്കുന്നവനാണ്. അവനും ഭാഗ്യവാനാകും. എന്തുകൊണ്ടാ? എന്തിനു വേണ്ടി? അപ്പത്തിനായി. അപ്പത്തിനായി, ദൈവത്തിന്റെ ശബ്ദത്തിനായി ദുഃഖിച്ചു. തീക്ഷ്ണതയോടെ ജാഗ്രതയോടെ വന്നു. കേട്ടില്ലല്ലോ കർത്താവെ. അപ്പോൾ നാം തിരിഞ്ഞു നോക്കുക. കർത്താവ് എന്നോട് സംസാരിക്കുവാൻ ഇടപെടാൻ കഴിയാത്ത തരത്തിൽ ഞാൻ എവിടെയാണ് വീണുപോയത് എന്നോർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി കർത്താവിലേക്ക് വന്നാൽ കർത്താവ് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, ഇപ്പോഴും നമ്മളോട് സംസാരിക്കും. ആ ശബ്ദം കേൾക്കാനാണ് നാം വന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. പഴയത് ഭക്ഷിക്കാനല്ല വന്നത്. ജീവന്റെ മന്ന അത് തുറന്ന ഒരു ചെറു പുസ്തകമാകുന്നു. 7 മുദ്രണം ചെയ്ത പുസ്തകമാണ് ബൈബിൾ. അത് നമ്മുടെ കയ്യിലുണ്ട്. അത് വായിച്ചപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല. ഇപ്പോൾ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ തന്നെ അവരെല്ലാം പണിയത് പറയുന്നത് ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ഭൂമി തീക്കായി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് വരെ അവർക്ക് മനസ്സിലാകാത്ത കാര്യം കർത്താവ് നമ്മളോട് പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി. എന്താണ് കത്തിച്ചു കളയുന്നത്? ആരെയാണ് കത്തിക്കുന്നത്? പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടും പുനഃസൃഷ്ടി അല്ല എന്ന് പ്രവാചകനിലൂടെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാ സഭാവിശ്വാസികളും തള്ളി ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നു. നമ്മൾ വചനമല്ല സംസാരിക്കുന്നത്, വെളിപ്പാടാകുന്നു സംസാരിക്കുന്നത്. വെളിപ്പാടെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ അകത്തുള്ള ദൈവത്തിന്റെ നിഗൂഢ രഹസ്യമാണ്. അത് അവർക്ക് വെളിപ്പെടാത്തത് കൊണ്ടാണ് ഈ നോക്കൂ, ഇപ്പൊ തന്നെ വാട്സപ്പിൽ ധാരാളം സംഭാഷണങ്ങൾ നടക്കുകയാണ്. നിത്യനരകം, നിത്യശിക്ഷാവിധി ഇല്ല എന്ന് ഞാൻ ഈ അടുത്ത സമയത്ത് ഇട്ടത്. ഇന്നും എന്നെ കുറിച്ച് സർപ്പരാജ് എന്ന് പറഞ്ഞ് അപവാദം പറഞ്ഞ് ദുരുപദേശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായി പറഞ്ഞു കൊടുത്ത് ശിക്ഷാവിധി ഉണ്ട്, പീഡനം ഉണ്ട്. പക്ഷെ നിത്യ എന്ന വാക്ക് ചേർക്കുമ്പോഴാണ് തെറ്റായി പോകുന്നത്. നിത്യ എന്നത് നിത്യജീവൻ. നിത്യവും ശിക്ഷ അനുഭവിക്കേണ്ടതാണെങ്കിൽ, നിത്യവും വേദന അനുഭവിക്കണമെങ്കിൽ നിത്യവും അവന് ബോഡി ഉണ്ടാവണം, നിത്യവും അവന് ജീവനും ഉണ്ടാകണം. ജീവനില്ലാത്ത ഒന്നിനെ ചൂട് വെച്ച് അറിയില്ലല്ലോ. അപ്പൊ ചൂടറിയുവാനുള്ള ജീവനെങ്കിലും വേണം. അങ്ങനെ നിത്യജീവൻ പ്രാപിച്ചവനെ നരകത്തിൽ കൊണ്ടുവന്നു. അത് വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞു കൊടുത്തിട്ടും ഇപ്പോഴും അവർ ദുരുപദേശകർ എന്നാ പറയുന്നത്. ഒന്നും മനസ്സിലാകാത്ത ജനം എത്രയോ പേര് വിളിക്കുന്നു അറിയാമോ? നമ്മൾ ഏറിയ കുരികിലിനേക്കാൾ എത്രയോ വിശേഷതയുള്ളവരാണ് കർത്താവ് നമ്മെ പരിപാലിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ സംസാരിക്കുന്നതിനകത്ത് നിന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ് രക്തം ഉള്ള. രക്തത്തിൽ എന്താ ഉള്ളത്? ജീവനുണ്ട്. ദൈവശബ്ദം, നാദം. നിങ്ങളത് കേൾക്കണം. പാസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്ന് ആർക്കെങ്കിലും പറയാമെങ്കിൽ എനിക്കത് സന്തോഷമാണ്. അതിനാണ് പുരോഹിതനിവിടെ നിൽക്കുന്നത്. അതിനാണ് നിങ്ങൾ വന്നത്.
കഴിയുമെങ്കിൽ ഇന്നത്തെ മെസ്സേജിനകത്ത് ഇത് കഴിയുമ്പോൾ കർത്താവ് നിങ്ങൾ മുമ്പ് ഷെയർ ചെയ്തത് ജൂലിയ മാത്രം തന്നെ ഷെയർ ചെയ്യണത്. വീട്ടിൽ പോയാൽ ഓട്ടം വിളിക്കും. ചില സമയത്ത് ബസ്സിലിരിക്കുമ്പോഴും ഫാസ്റ്റ് ഇന്ന് വചനം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് എനിക്കത് മനസ്സിലായത് ജൂലിയെ വിളിച്ച് പറയാം. എത്രയോ കാലം പറയുമായിരുന്നു, അതെല്ലാം കുറിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ നിങ്ങൾ കേട്ട ഇന്നത്തെ നാദം എന്താണ് ഷെയർ ചെയ്യാമെങ്കിൽ പുരോഹിതനോട് തന്നെ, അതല്ലെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ചെടുക്കുക. അത് ജീവനായി തീരും. പച്ച മാംസമാണ് കഴിക്കാൻ വന്നത്, ശവമുള്ളയിടത്തല്ല വന്നത്. ശവമുള്ളയിടത്ത് കൂടുന്നത് കഴുകൻ അത് വാതിലില്ല. ആ ബാലവൃദ്ധം സോദോമിന്റെ നാളുകൾ പോലെ കൂടിയതുപോലെ ശവം തിന്നാനാണ് അവരെല്ലാം പോകുന്നത്. നമ്മളോ വചനം ശവം എന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ ബുദ്ധിയിലുള്ള വ്യാഖ്യാനമാണ് ശവം. നമ്മൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ പറയുന്നത് ജീവൻ, വെളിപ്പാട്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ആ കിണറ്റിയിലെ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. കിണറ്റിയിലെ സ്ത്രീ നിന്നത് സഭയ്ക്ക് പുറത്തായിരുന്നു, പക്ഷെ അവളായിരുന്നു ക്രിസ്തുവിലുണ്ടായിരുന്നു. ക്രിസ്തുവിലുണ്ടായിരുന്നത്. അവിടെ സ്ഥാനം ക്രിസ്തുവിലായിരുന്നു. അതാണ് നമ്മൾ പഠിച്ചത്. ഇനി തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യേശു ക്രിസ്തു ഒരു വീണ്ടെടുപ്പുകാരനാണ്. ബോവസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒരു ഹമ്മിങ് ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. യേശു ക്രിസ്തു ഒരു വീണ്ടെടുപ്പുകാരനാണ്. അത് ശരിയല്ലേ? കറക്റ്റ്. ഇവിടെ എഴുതിയിരിക്കുന്ന സഭ ആമേൻ പറഞ്ഞു. ഇവിടെ ആരും മിണ്ടിയിട്ടില്ല. സഭ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നാം ക്രിസ്തുവിലായിരിക്കണം. സഭയിൽ ഞാനത് പറയും. മക്കൾ തെറ്റിപ്പോയ അപ്പൻ ശാസിച്ചില്ലെങ്കിൽ അത് അപ്പനൊന്നും അല്ല. അപ്പൊ കർത്താവ് നിങ്ങളെ മേയ്ക്കാൻ എന്റേതാണ്. ഈ ബ്രദർ ആട്ടുകുട്ടി തന്നെയാണ്. ഇടയിൽ വഴി നടത്തണം. നിങ്ങളുടെ അകത്ത് നിന്ന് വരേണ്ടതാണ്. പുറത്തുനിന്ന് കേൾക്കുന്നു, പുറത്തുനിന്ന് പറയുന്നു. അതിൽ കാര്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ പറയുന്നതിന്റെ സീരിയസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ പരിസരം നോക്കാത്ത തരത്തിൽ നിങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, കർത്താവേ. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് ദൈവത്തിന്റെ സ്തുതി ഞാൻ അറിയാതെ, അതാണ് ആത്മാവ് വഴി നടത്തുന്നത്. മറ്റത് ബുദ്ധി പറയില്ലേ എങ്ങനെ പറയണത്. പക്ഷെ അവരല്ല നോക്കുന്നത്. ഞാൻ ബ്ലൈൻഡായി. എന്നിട്ട് ക്രിസ്തു എന്നിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനുള്ള മഹത്വം നൽകിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആമേൻ പറയണം, ഹല്ലേലൂയ പറയണം എന്ന് പറയുമ്പോൾ യാന്ത്രികമായും പറയുന്നതിലല്ല, ദൈവം എന്നോട് സംസാരിക്കുന്നു. നോക്കൂ, ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താ? യേശു ക്രിസ്തു ഒരു വീണ്ടെടുപ്പുകാരനാണ്, ഒരു വിടുതൽകാരനാണ്. ലോകം യേശു ക്രിസ്തു രണ്ടാമത്തെ വ്യക്തി എന്ന് പഠിപ്പിക്കുമ്പോൾ ആരാണ് വീണ്ടെടുപ്പുകാരൻ, ആരാണ് വിടുതൽകാരൻ അറിയണമെങ്കിൽ യെശയ്യാ പ്രവാചകൻ 44-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചു നോക്കണം. 44:6. ഇസ്രായേലിന്റെ രാജാവായ സൈനികളോ, ഞാൻ തന്നെ ആദ്യനും അന്തിനും ഞാനാകുന്നു വീണ്ടെടുപ്പുകാരൻ, വിടുതൽകാരൻ. യഹോവ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ 43:11 പറയുന്നു, ഇസ്രായേൽ രാജാവായി ഞാനാകുന്നു രക്ഷിതാവ്, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്. അപ്പോൾ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന, ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പാപത്തിൽ മരിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നതിൽ നിന്ന് അവർ അറിയാതെ നമുക്ക് മനസ്സിലാകുന്നു. യഹോവ പറഞ്ഞു, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവില്ല. ആ യഹോവ തന്നെ നമ്മോടൊപ്പം വന്നതാണ് ഇമ്മാനുവേൽ എന്നവർ അധരം കൊണ്ട് പറയുന്നു, ഹൃദയം കൊണ്ട് അകലെയാകുന്നു. അതായത് വെളിപ്പാടില്ലാതെ സംസാരിക്കുന്നു. വെളിപ്പാടിന്മേലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു ആകുന്നു ബുധനാഴ്ചകളിൽ പണ്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞായറാഴ്ചയും ക്ലാസ് തന്നെയായി. കുഴപ്പമില്ല, മനസ്സിലാക്കി പോവാ, സമയം തീർന്നു. അപ്പൊ വീണ്ടെടുപ്പുകാരൻ യേശു ക്രിസ്തു ആണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെയാണ്. പക്ഷെ യഹോവയും മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് കൊണ്ട് റോമർ 10:9 എന്താ പറയുന്നത്? യേശു ആണ് കർത്താവെന്ന്. പുത്രനാണ് പിതാവ് എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. പക്ഷെ യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇതറിയണം, ഈ പിതാവ് എന്നറിയപ്പെടുന്നവൻ തന്നെയാണ് യേശു എന്നറിയണം. അതാണ് റോമർ 10:9. ഇനി ദൈവം അവിടെ എപ്പോഴും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ദൈവം ശ്രദ്ധിക്കണം, ദൈവം എപ്പോഴും ഒരു മർമ്മം, രഹസ്യം പറയാൻ പോകുന്നതിന് മുമ്പ് ഒരു തടങ്കൽ പാറ വയ്ക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറഞ്ഞു തരാം. മുമ്പ് പറഞ്ഞതാണ്, ആ സൗകര്യം പുതിയതായിട്ട് വന്നല്ലേ. ഒരു തടങ്കൽ പാറ വയ്ക്കാറുണ്ട്.
അതിൽ തട്ടി വീണുപോകും. ഒരു ഇടർച്ചക്കല്ല് വെക്കാറുണ്ട്, ഇതിൽ തട്ടി വീണുപോകും. യേശു പറഞ്ഞു, എങ്കൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ഈ പറഞ്ഞ ജനം ആരോടാണ് ദൈവം പറഞ്ഞു നോക്കണം. ഇതാണ് അതിന്റെ ഡീപ്പ്. സാധാരണ അപ്പം തിന്നാനും വിമർശിക്കാനും രോഗസൗഖ്യത്തിനും യേശു വിളിച്ച ശിഷ്യന്മാരും പിതാവ് ആകർഷിച്ച പുത്രന്റെ അടുക്കലേക്ക് വന്നവരും എല്ലാവരും നിൽക്കുമ്പോൾ യേശു ഒരു കാര്യം ഒറ്റ രീതിയിൽ പറയാണ്, എങ്കൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ജഡീക മനുഷ്യൻ ജഡക്കണ്ണുകൊണ്ട് കണ്ടത് യേശുവിനെ. അതായത് എന്താണ്? യേശു പറഞ്ഞതാണ് കേൾക്കാൻ. യേശു പറഞ്ഞതിനെ ധിക്കരിച്ചാൽ അവൻ ഇടറിപ്പോയവനാണ്. അതുകൊണ്ടാണ് ഇന്ന് മത്തായി 28:19 യേശു പറഞ്ഞതാണ്, അതാണ് കേൾക്കാൻ. എന്നാൽ യേശുവിന്റെ ഇഷ്ടം അപ്പോസ്തലനെ കേൾക്കണമെന്ന്. അപ്പോൾ ഈ സഭ എന്ന് പറയുന്ന ഇതിൽ നിന്ന് മാറിപ്പോണെന്ന് വിചാരിക്കണ്ട, നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കി പോവാം. അപ്പോഴേ നമുക്ക് കാര്യം മുമ്പോട്ട് മനസ്സിലാവുള്ളൂ. പിതാവ് വേറെ വ്യക്തി, പുത്രൻ വേറെ വ്യക്തി, പരിശുദ്ധാത്മാവ് വേറെ വ്യക്തി എന്ന് പറയുന്ന ഈ ജനവും വെളിപ്പാടും തമ്മിൽ എന്ത് ബന്ധമെന്നാണ് നോക്കുന്നത്. നമ്മൾ വചനവും തമ്മിൽ എന്ത് ബന്ധമെന്നല്ല. അവർക്ക് വചനവുമായി ബന്ധമുണ്ട്, പക്ഷെ വെളിപ്പാടുമായി ബന്ധമില്ല. വെളിപ്പാടിലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. അതപ്പോൾ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അപ്പൊ ഈ പിതാവ് എന്ന് പറഞ്ഞ ആത്മാവാണ് പുത്രൻ എന്ന ശരീരത്തിലേക്ക് വന്നത്. അതാണ് ഇമ്മാനുവേൽ. ഈ ശരീരത്തിൽ നിൽക്കുമ്പോൾ യേശു പറയാണ്, ഇപ്പോൾ ഞാൻ പിതാവ് എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നത് ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കുന്നു. അടുത്ത്, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. അടുത്ത് യേശു പറയണേ, അന്ന് ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ സ്പഷ്ടമായി നിങ്ങളെ അറിയിക്കുന്ന നാഴിക വരുന്നു. അപ്പൊ ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വന്നിട്ടാണ് സകല സത്യത്തിലും വഴി നടത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനെ ക്ലബ് ചെയ്ത് യേശു പറഞ്ഞില്ല, അതായത് യോജിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞില്ല. നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ കർത്താവിന്റെ വചനം ഭാഗമായും ഇവിടെ അല്പം അവിടെ അല്പം ഈ തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും കുടുക്കും കെണിയോടുകൂടിയാണ്, തടങ്കൽ പാറയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ജഡീക മനുഷ്യൻ അതിൽ തട്ടി വീണുപോകും. അതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് ആരാണെന്ന് തിരിച്ചറിയുന്നവനാണ് ആ കാലത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടി. യേശു എന്ന ശരീരത്തിനകത്തിരുന്നത് ഇത് വേറെ ഒരു വ്യക്തിയെന്ന് അന്നും ഇന്നും സഭകൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അന്ന് അവർ യേശുവിനെ കല്ലെറിഞ്ഞത്. പക്ഷെ അതാരായിരുന്നു? യേശു പച്ചയ്ക്ക് പറഞ്ഞു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ, അതായത് ശരീരം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അകത്തു നിന്നുള്ള നിർദ്ദേശം ആത്മാവ്, അത് ദൈവം. ആത്മാവ് 1 എഫെസ്യർ 4:5 വായിച്ചു നോക്കുക. ആ ഒരു ആത്മാവ് പറഞ്ഞതാണ് ഈ ശരീരത്തിനുള്ളിൽ വന്നിട്ട് ആത്മാവ് നിർദ്ദേശിക്കുന്നു. നാം കണ്ട പുത്രൻ എന്ന ശരീരം അല്ലെങ്കിൽ യേശു എന്ന ശരീരം ചെയ്യുന്നത്. ഇത് ലോക മനുഷ്യർ അന്നും ഇന്നും സഭകൾ രണ്ടായി കാണുന്നത് കൊണ്ട് അവർ യേശുവിനെ കർത്താവെന്ന് പറയും. പക്ഷെ പറയേണ്ടത് ഈ ക്രിസ്തു പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദമല്ല യേശു നോക്കുന്നത്, ഹൃദയം കൊണ്ട് ഇത് ഒന്നെന്ന് വിശ്വസിച്ചതും നമ്മളും പറയും. പക്ഷെ വിശ്വസിക്കുന്നു എങ്കിൽ പിന്നെ അതിന്റെ പ്രവൃത്തിയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ. ആ നാമമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു പറഞ്ഞു, ഞാൻ തന്നെ അവൻ, അതായത് പിതാവിനെ കുറിച്ചാകുന്നു സംസാരിച്ചത്. അപ്പൊ നിങ്ങൾ ഈ ലോകത്ത് പിതാവ് എന്ന് പറയുന്നവൻ ഞാൻ തന്നെ. അവരുടെ മരണത്തിലാണ് യെശയ്യാ പ്രവാചകൻ 9 പറഞ്ഞത്, വരുവാനുള്ളവൻ നിത്യപിതാവ്. കന്യക ഗർഭിണി ഒരു മകനെ പ്രസവിക്കും, അത് യേശു. പക്ഷെ അവൻ നിത്യവും പിതാവാണ്. നിത്യവും എന്ന വാക്കിന്റെ അർത്ഥം ആരംഭവും അവസാനവും ഇല്ലാതെ എല്ലാ കാലത്തും ആത്മാവിനെ സംബന്ധിച്ച് അവൻ തന്നെയാണ് പിതാവ്. ഇനി അവിടുത്തെ കുടുക്കും കെണി എന്താണെന്ന് പറഞ്ഞുതരാം. റോമർ 10:9 എടുക്കും, മറ്റുള്ളവർ പറയാൻ പറ്റുന്നത് അത് അറിയിച്ചു. മർമ്മമാണ്, രഹസ്യമാണ്, പറയാൻ പാടില്ലെങ്കിലും അതിലൂടെയെങ്കിലും ആരെങ്കിലും വരുമെങ്കിൽ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. വായി കൊണ്ട് ഏറ്റു പറയേണ്ടത് എന്താണെന്നും വേറൊരു പറയുന്നത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിനെയാണ് വായി കൊണ്ട് ഏറ്റു പറയേണ്ടത്.
അവിടെയും ഒരു തടക്കൽ പറ വെച്ചിരിക്കുകയാണ്. എന്താണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്? തൊട്ട് താഴെ വായിക്കുന്ന സിസ്റ്റർ. മതി. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ഈ വാക്യം കേൾക്കുമ്പോൾ ഒരു കുടുക്കാണ്, ഒരു കെണിയാണ്, ഒരു തടങ്കൽ പറയാണ്, ഒരു ഇടർച്ചക്കല്ലാണ്. ഞാൻ പച്ചയ്ക്ക് പറയും, കാര്യം അടുത്ത ഭാഗം കൂടെ വിശദീകരിച്ച് കൊടുക്കാൻ പ്രാപ്തി ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇത് പോയി പറയരുത്. അവര് പറയും നമ്മൾ ദുരുപദേശകരാണെന്ന് പറയും. അപ്പോൾ കുടുക്കും കെണിയും തടങ്കൽ പറയും ഇടർച്ചക്കല്ലോട് കൂടിയാണ് ഒരു മർമ്മം ദൈവം പറയാൻ പോകുന്നത്. എന്നിട്ട് ഈ രഹസ്യം എപ്പോൾ വെളിപ്പെടുത്തും? അതാണ് വെളിപ്പാട് പുസ്തകം 10:6. അന്ത്യനാളിൽ ദാനിയേൽ പ്രവാചകനോട് പറഞ്ഞു അന്ത്യനാളിൽ വെളിപ്പെടുത്തും. ഇപ്പൊ നമ്മൾ വായിച്ചതുണ്ടായിരുന്നു യെശയ്യാ പ്രവാചകനിലും 2 പത്രോസിലും വായിച്ചപ്പോൾ അന്ത്യനാളിൽ ഇവയെ വെളിപ്പെടുത്തും. അന്ത്യനാളിൽ വെളിപ്പെടുത്തിയ രഹസ്യം ഈ ലോകത്ത് ഒരു സഭയ്ക്കും അറിയില്ല. എന്താ പറയാൻ പോകുന്നു കേട്ടോ. ആത്മാവായ ദൈവം ജഡശരീരത്തിൽ വന്നു, ജഡശരീരത്തിൽ ജീവിച്ചു. പച്ചയ്ക്ക് ബൈബിൾ എഴുതിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു മരിച്ചു. ലോകം യേശു ക്രിസ്തുവിനെ ആരായി കാണുന്നു? ദൈവമെന്ന് കാണുന്നു. ദൈവത്തിന് മരിക്കാൻ പറ്റും? അപ്പൊ ബൈബിൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അന്ത്യനാളിൽ തന്റെ ആത്മാവ് തന്റെ ജനത്തോട് പറയും. പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോളുക. യേശു ക്രിസ്തു വന്നത് ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിയാണ്. ഇതാണ് ഒന്നാമത്തെ പ്രധാനം. 1 യോഹന്നാൻ 4:2 പറയുന്നത് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന്. അപ്പൊ യേശു ക്രിസ്തു എവിടെ? യോഹന്നാൻ 8:58 പ്രകാരം ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് പറഞ്ഞ ഈ ശരീരമല്ല, അകത്തെ ആത്മാവ് ദൈവം സംസാരിക്കുകയാണ്. ഞാൻ എന്ന വ്യക്തി, ഞാനാകുന്നവൻ ഞാൻ. ഈ ഞാൻ എന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞവനാണ് നഥനിയേൽ. നഥനിയേൽ വന്നിട്ട് പറഞ്ഞത് നീ ഇത് മുതൽ അധികവും കാണും, നീ ഇസ്രായേലിന്റെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവയാണെന്ന് ജഡം കണ്ടിട്ടല്ല പറഞ്ഞത്, അവൻ ആത്മാവിൽ വെളിപ്പെട്ടതാ സത്യം പറഞ്ഞത്. അതുപോലെ പറയാണ് ഞാൻ എന്നിവിടെ പറയുകയാണ്. അപ്പോൾ ഇവിടെ പിതാവ് പുത്രനെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ ഞാൻ എന്ന ആത്മാവ് അതാണ് യേശു ക്രിസ്തു അബ്രഹാമിന് മുമ്പേ ഉള്ളത്. ആ ദൈവം എന്ന ആത്മാവ് വന്നത് ജഡശരീരത്തിൽ എന്ന് വിശ്വസിക്കണം. അല്ലാതുള്ളവൻ ആരാണ്? ദൈവത്തിന്റെ ആത്മാവ്. 1 യോഹന്നാൻ 4:2 വായിച്ചു നോക്കൂ. കള്ളനല്ല, അത് 1 യോഹന്നാൻ 4:2. ദൈവാത്മാവ് ഉള്ളവനെ ഇങ്ങനെ തിരിച്ചറിയാവുന്ന യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് വിശ്വസിക്കുന്നവരല്ലേ എല്ലാവരും. പക്ഷേ അവിടെയും ഒരു തടങ്കൽ പറ വെച്ചിരിക്കും. അത് അതിന് ഓർമ്മ റോമർ 10:9 വരാം. അതിനെ കുറിച്ച് കർത്താവ് അതായിരിക്കും ആഗ്രഹിക്കുന്നത്. അവിടെ നിന്നുള്ള ബൈബിൾ മുഴുവൻ ഇങ്ങനെ തന്നെ. ഇത് ഞാൻ പബ്ലിക് പറയുമ്പോൾ എന്നെ എന്തെല്ലാം പറയുന്ന അറിയാമോ? അവിടെയും പറഞ്ഞിരിക്കുന്നത് ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. വായിക്കും 4:2. 1 യോഹന്നാൻ 4:2. 1 യോഹന്നാൻ 4:2. ആത്മാക്കൾ, അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. നമ്മൾ ഈ കാണുന്ന മനുഷ്യനല്ല, നമ്മുടെ ഉള്ളിൽ പുരോഹിതനെയൊക്കെ എടുക്കുക, ഈ കാണുന്ന സഭകളെയൊക്കെ എടുക്കുക, നമ്മളെ എടുക്കുക. ആത്മാക്കൾ, അവർ നിൽക്കുന്ന ആത്മാവ് ഏതെന്ന് പരിശോധിക്കുകയാണ്. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് അതായത് പരിശോധിച്ച് നോക്കുവിൻ. അടുത്ത് ഈ പുരോഹിതന്മാരായാലോ എന്റെ ഉള്ളിലോ ഇരിക്കുന്ന ആത്മാവ് ഏത് എന്ന് ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. അവിടെ ഗൂഢമായി സംസാരിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദീകരണം വരാൻ പോകണം. വായിക്കും. വിശ്വസിക്കുന്ന സ്വീകരിക്കുന്ന അപ്പൊ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന അതാണ് പ്രധാനം. ഇതാണ് പ്രധാനം. ബൈബിൾ ഇങ്ങനെ എഴുതി, നമ്മൾ ഇങ്ങനെ വായിച്ചോണ്ട് പോകും. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ നിങ്ങൾ എന്നല്ല. ഈ നിങ്ങൾ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഏതെന്ന് തിരിച്ചറിയാനുള്ള ശോധനയാണിത്. അപ്പോൾ യോഹന്നാൻ 8:58 യേശു പറഞ്ഞു ഞാൻ, അതായത് ഞാനാകുന്നവൻ ഞാൻ. പണ്ട് മോശയോട് പറഞ്ഞവൻ, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് പറഞ്ഞവൻ അകത്തെ ആത്മാവാണ് സംസാരിച്ചത്.
ആ ആത്മാവ് ഇപ്പോൾ ജഡശരീരത്തിൽ വന്നു. ഇത് രണ്ടാമത്തെ വ്യക്തിയാണ്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നവൻ ആരാണ്? ദൈവാത്മാവിനാലുള്ളവനല്ല. ഇത്രയും വ്യക്തമായി സ്പഷ്ടമായി കർത്താവ് നമ്മളോട് വചനം പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഇവരുടെ ഇടയിൽ പോയിരിക്കാൻ പറ്റും? ഭൂതങ്ങൾക്കും ദൈവത്തിന്റെ മേശയിൽ ഒരുമിച്ച് ഓഹരിക്കാരാകാൻ പറ്റില്ല. ബൈബിൾ മുഴുവനും ഗൂഢമായി സംസാരിക്കും, മർമ്മമായും സാദൃശ്യമായി. ഇത് എപ്പോൾ അറിയിക്കും? വെളിപ്പാട് 10:6 ബലവാനായ ദൂതൻ കർത്താവായ യേശു ക്രിസ്തു ഒരു തുറന്ന ഒരു ചെറു പുസ്തകവുമായി വന്നതാണ് നമ്മുടെ മെസ്സേജ്, വെളിപ്പാട് ബുക്ക്. ഇതിനകത്താണ് ഈ രഹസ്യങ്ങൾ ദൈവം സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു ആണ് ജഡത്തിൽ വന്നെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ആരാണ്? വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുപ്പുകാരൻ ആരാണ്? ഇസ്രായേലിന്റെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവ. അപ്പൊ ആ ശരീരം നോക്കിയിട്ട് ശരീരത്തിന് അകത്തിരിക്കുന്നത് ആരാണെന്ന് വെളിപ്പെട്ടവർ യേശു ക്രിസ്തുവിന്റെ കാലത്ത് 1 or 2 ഭർത്തിമായി വിളിച്ച്, കർത്താവേ, സൃഷ്ടികർത്താവാണ് നീ, യേശുവാണ്, നീയാണ് 1000 ആണ്ട് വാഴ്ചയിൽ വരാൻ പോകുന്ന ദാവീദ് പുത്രൻ. ആ സിറോഫനിക്കൽ സ്ത്രീയും പറഞ്ഞു. മക്കളുടെ അപ്പോൾ നായ്ക്കുട്ടി കണ്ടിട്ടുണ്ട്, അവളും വിളിച്ച് കർത്താവേ എന്ന് വിളിച്ചു. അവൻ പള്ളിപ്രമാണിമാർ ബേൽസബൂൽ എന്ന് വിളിച്ചപ്പോൾ പള്ളിപ്രമാണിമാർ തള്ളിക്കളഞ്ഞവർ ഈ നിൽക്കുന്നത് ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അവരാണ് ദൈവാത്മാവ് ഉള്ളവരെന്ന് ഇപ്പൊ വായിച്ചത്. അപ്പൊ ദൈവാത്മാവ്, ആത്മാവ് ഏത് എന്ന് ശോധന ചെയ്യുവേ. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നല്ല. വിശ്വസിച്ചാൽ അത് സ്വീകരിക്കണം. സ്വീകരിച്ചാൽ ആമേൻ. ഇപ്പോ എനിക്ക് ഒരാൾ എന്തെങ്കിലും വെച്ച് നീട്ടി, ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്, ഇത് ഞാൻ അവിടെ നിൽക്കുമ്പോ എനിക്കറിയാതെ എന്താണ്, പക്ഷെ ഞാനത് സ്വീകരിച്ചാൽ അത് എന്റേതായി തീർന്നു. പിന്നെ ആമേൻ. പിന്നെ അതിന് രണ്ടാമത്തവൻ, മൂന്നാമത്തവൻ, വലതുഭാഗത്ത് ഇരിക്കുന്നവൻ, ഞാൻ പോയ ശേഷം വരുന്നവൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ആത്മാവിന്റെ വിവിധ തരം ശുശ്രൂഷയാണ്. അപ്പൊ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലെ ആത്മാവ് ഏത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് ദൈവത്തിനുള്ളത്. അല്ലാതുള്ളത് അത്രയും എതിർ ക്രിസ്തുക്കളാണ്. അങ്ങനെയെങ്കിൽ റോമർ 10:9 നമ്മൾ വായിച്ചത് യേശുവിനെ കർത്താവ് എന്നത് നമുക്ക് മനസ്സിലായി. ഈ യേശു എന്ന് നാം കണ്ട ശരീരത്തിന്റെ ഉള്ളിൽ വന്നത് ദൈവം എന്ന കർത്താവാണ്. ഇനി അടുത്തതാണ് ഒരു തടങ്കൽപ്പാറ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, ബുദ്ധി കൊണ്ടല്ല. ഈ പള്ളിയിലിരിക്കുന്നവരെല്ലാം വിശ്വസിക്കുന്നു യേശു ക്രിസ്തു മരിച്ചവൻ, ദൈവം അവനെ ഉയർപ്പിച്ചു. അത് മുഴുവൻ ബുദ്ധിയിലാണ്. ദൈവവുമായി അവർക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇനിയാണ് മനസ്സിലാവാൻ പോകുന്നത്. ഇനി യേശു പിതാവ് അല്ലെങ്കിൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പിൽ ഇപ്പൊ പറഞ്ഞ വചനം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് വരാം. അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ, മോശയോട് പറഞ്ഞു ഞാനാകുന്നവൻ ഞാൻ. ആ ഞാൻ പറഞ്ഞു യെശയ്യാ പ്രവാചകൻ 54:4 ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളോ ഞാനാകുന്നു ആദിനോന്തിനും, ഞാനാകുന്നു വീണ്ടെടുപ്പുകാരൻ, വിടുതൽക്കാരൻ എല്ലാം. യെശയ്യാ പ്രവാചകൻ 43:11 പറയുന്നു ഞാൻ തന്നെ രക്ഷിതാവ്, വേറെ ഒരു രക്ഷിതാവുമില്ല. ഇനി യെശയ്യാവ് 54 പറയുന്നു ഈ യഹോവയാകുന്നു നമ്മുടെ ഭർത്താവ്. ഈ അവകാശപ്പെട്ട ഇതേ വ്യക്തി ശരീരത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു ഞാനാകുന്നു മണവാളൻ, ഞാനാകുന്നു വീണ്ടെടുപ്പുകാരൻ, ഞാനാകുന്നു ആദ്യനും അന്ത്യനും, ഞാനാകുന്നു രക്ഷിതാവ്. ഇതെല്ലാം പറഞ്ഞിരിക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആത്മാവായി നിന്ന് പറഞ്ഞ വ്യക്തിയാണ് ജഡത്തിൽ വന്നത്. 1 യോഹന്നാൻ 4:2 ഇങ്ങനെ വിശ്വസിക്കുന്നവനാണ് ദൈവാത്മാവുള്ളവൻ. ഇത് രണ്ടെന്ന് പഠിപ്പിക്കുന്ന ദൈവാത്മാവുള്ളവനല്ല ഈ ലോകം. അപ്പൊ ദൈവാത്മാവിനെ ഇതിനാൽ നമുക്ക് തിരിച്ചറിയാം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം നമുക്കറിയാം. ലോകവും പറയും, വെറുതെ പറയും ഇത് ഞങ്ങൾക്കറിയാം. അടുത്തത് നോക്കുക. ദൈവം അവനെ, ആരെ? അവനെ എന്ന് പറയുമ്പോൾ അവനെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ സഹനാമം. ഇപ്പം രവി ബ്രദർ അവിടെ നിൽക്കുകയാണ്. രവി ബ്രദറിന്റെ മുകളിൽ എന്നും പറയാം, താഴെ എന്നും പറയാം, ഇടത് എന്നും പറയാം, വലത് എന്നും പറയാം. അപ്പൊ ഇടതെന്നും വലതെന്നും പറയണമെങ്കിൽ ഇതിന്റെ സെന്ററിൽ എന്തോ ഒന്നുണ്ട്. മുകളിൽ താഴെ എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്ററിൽ എന്തോ ഉണ്ട്. അവൻ ഇവൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരുവനെ സൂചിപ്പിക്കുന്നതാണ്. ഈ അവൻ എന്നത് എന്ത് എന്ന് അവിടെ തിരിച്ചറിയണം. അവിടെ ഹൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അവനെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അല്ല അപ്പോഴവിടെ പറയുന്നത്, ശരീരത്തെ. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്നാണ്. ആ ജഡത്തെയാണ് അവിടെ അവൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ശരീരമാണ് നിർജീവമായത്. ഉയർപ്പിച്ചത് അവനെ ഉയർപ്പിച്ചു എന്നാണ്.
യേശു ക്രിസ്തു മരിച്ചില്ല എന്നതിന് തെളിവാണ് എഫേസ്യർ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം എടുക്കും. എടുത്താൽ ഒരു നാൾ വായിക്കും. യേശു ക്രൂശിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ ശരീരം കല്ലറയിൽ നിറക്കി ക്രൂശിൽ നിന്നിറക്കി കല്ലറയിൽ വെച്ചു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു എന്ന വ്യക്തി, ആത്മാവ്, എഫേസ്യർ 4:8, യേശു ക്രിസ്തു എന്ന ആത്മാവ് ആ സമയത്ത് എന്തു ചെയ്തു നോക്കുക. അവൻ അവിടെ യേശു ക്രിസ്തു എന്ന ആത്മാവിനെ കുറിച്ചാണ്. ശരീരം ക്രൂശിൽ നിന്നിറക്കി കല്ലറയിൽ ഇരിക്കുന്ന സമയത്താണ് അവൻ ബദ്ധന്മാരെ വിടുവിച്ച് പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അപ്പോ യേശു ക്രിസ്തു മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ മരിച്ചു എന്ന് പറയുന്നത് ശരീരമാണ്, നിർജീവമായത്. ആ ശരീരമാണ് ക്രൂശിൽ കിടന്നത്. ആ നിർജീവമായ ശരീരത്തെയാണ് ക്രൂശിൽ നിന്ന് ഇറക്കി കല്ലറയിൽ വെച്ചത്. അകത്തെ ആത്മാവാണ് ദൈവം. ആ ആത്മാവ് ഇങ്ങനെ, ഈ സഭകൾ ഇങ്ങനെ വിശ്വസിക്കണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവം എന്ന ആത്മാവ് എന്തിനെ ഉയർപ്പിച്ചു എന്നറിയണം. അപ്പൊ ശരീരം നിർജീവമായി. അതിനു മുമ്പ് മത്തായിലൊക്കെ പറയുന്നുണ്ട്, അവൻ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു എന്നൊരിടത്ത്, ആത്മാവിനെ തൃക്കരങ്ങൾ സമർപ്പിച്ചു എന്നൊരിടത്ത്, അത് കഴിഞ്ഞപ്പോൾ ശരീരം കല്ലറയിൽ വെച്ചു വന്നു. അപ്പോൾ 3 ഘടകമുണ്ട്. പ്രാണനുണ്ട്, ആത്മാവുണ്ട്, ശരീരമുണ്ട്. അതാണ് നമ്മൾ വിശ്വാസ സ്നാനത്തോടു കൂടി പ്രാപിക്കുന്ന പ്രാണൻ. നമ്മളിവിടെ പഠിച്ചത് പ്രാണൻ. ഒരു പ്രാണൻ, നിത്യജീവനുണ്ട്, ആത്മാവുണ്ട്, ആത്മാവിനൊരു ബോഡിയുണ്ട്. ഇതാണ് മനുഷ്യൻ. മറ്റേ ലോകത്ത് ഈ കാണുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു പ്രാണൻ വന്നിട്ടില്ല. ഈ പ്രാണൻ എന്നത് നിത്യജീവൻ. ഇതാണ് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയത്, മരിച്ചു എന്ന് പറയുന്നത്. അപ്പോഴും അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു. ദൈവവുമായുള്ള ബന്ധം പ്രാണനുമായിട്ടാണ്, ആത്മാവല്ല. ഈ ആത്മാവിൽ പ്രാണൻ വരുമ്പോൾ നിത്യജീവൻ വന്നു. അപ്പോൾ നാം ക്രിസ്തുവിൽ ഒന്നായി തീർന്നു. അപ്പോൾ ലോകത്ത് നമ്മളായിരുന്നു, ദൈവ സഭകളിലായിരുന്നു എന്തില്ല, നമ്മൾ വിശ്വസിച്ചു പ്രാണനുണ്ടെന്ന്. പ്രാണൻ നിത്യജീവൻ, അത് പരിശുദ്ധാത്മാവ്. അത് ലഭിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ബൈബിൾ പറയുന്നുള്ളൂ. ഓരോരുത്തർ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവരാണ് പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി, ഇതാ ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തോടു കൂടി യേശു ഇവിടെ ഉണ്ടായിരുന്നു. ശരീരത്തെ ക്രൂശിലായി, ശരീരം ക്രൂശിൽ കിടക്കുന്നു. അതിനു മുമ്പേ ഉറക്ക നിലവിളിയോട് അഭയാചനയോട് അതുകൊണ്ട് പ്രാണനെ വിട്ടുന്നുണ്ട്. ഒന്ന്, ആത്മാവിനെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തെ എങ്ങും സമർപ്പിച്ചു എന്ന് യേശു പറഞ്ഞില്ല. ശരീരം ഉപേക്ഷിച്ചിട്ട് അകത്തെ ആത്മാവ് പ്രാണനോടുകൂടി ചേർന്ന ദൈവം അതിന് പുറപ്പെട്ടു പോയപ്പോൾ, ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോയപ്പോൾ നിർജീവമായത് ശരീരം. ഈ ശരീരമാണ് ക്രൂശിൽ കൊണ്ടുവച്ചത്. ആ സമയത്ത് അകത്തെ ആത്മാവ്, നിത്യജീവനുള്ള ദൈവം ചെയ്ത പ്രവൃത്തിയാണ് എഫേസ്യർ 4:8. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി അവർക്ക് ദാനം. എന്താണ് ഈ ദാനം? ഇതാ, ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനം, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അത് വാഗ്ദത്തമാണ്, ദാനമാണ്. എന്റെ അർഹത കൊണ്ടല്ല, കൽപ്പനകൾ ലഭിച്ച് പ്രമാണിച്ചനുസരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഇറങ്ങി വരുന്നതാണ്. പ്രാപിക്കാന്ന് പറഞ്ഞാൽ ഞാൻ കൈവച്ചാൽ പറ്റില്ലെന്നോ അല്ല. എന്നാ പിന്നെ സാധനത്തിന്റെ ആവശ്യമില്ല, കിട്ടും. ആ പുരോഹിതന്റെ ഉള്ളിൽ ഏത് ആത്മാവോ അതിനെ കിട്ടും. അപ്പോൾ പ്രാണൻ വന്നു. ഈ ആത്മാവും പ്രാണനും കൂടെ ചെയ്ത പ്രവൃത്തിയാണ് അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തത്. അതായത് ഏദൻ തോട്ടം, അല്ലെങ്കിൽ ആദാമിന്റെ കാലം മുതൽ യേശുക്രിസ്തുവിന്റെ കാലം വരെ ഉള്ള മനുഷ്യരെന്ന് ഞാൻ പറഞ്ഞില്ല, അവർക്കായി ദൈവം കാലാകാലങ്ങളിൽ കൊടുത്ത വചനം. അതായത് യോശുവയുടെയോ ന്യായാധിപന്മാരുടെയോ മീഖാവിന്റെയോ കാലത്ത് നോഹ പറഞ്ഞതുപോലെ ഞാനൊരു പെട്ടകം ഉണ്ടാക്കി വെച്ച് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് ആ കാലത്തുള്ള വചനം. അപ്പൊ ഓരോ കാലത്തും ഓരോ വചനമുണ്ട്. മോശ പറഞ്ഞ വചനവും കൊണ്ട് യേശുവിന് വരാൻ പറ്റില്ല. എങ്കിൽ താമ്രത്തിൽ സർപ്പത്തെ നോക്കി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് നോക്കി രക്ഷപ്പെടുന്നു പറഞ്ഞാൽ മതിയായിരുന്നു, പറയണ്ട. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ ദൈവം ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ദൈവം എന്തു പറയുന്നുവോ, ഇനി പഴയത് അനുസരിക്കേണ്ടതുണ്ടെങ്കിൽ അതെടുക്കാം, കുഴപ്പമൊന്നുമില്ല, അത് കേൾക്കണം. അപ്പോൾ ഇവിടെ ആദാമിന്റെ കാലം മുതൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് തൊട്ടു മുമ്പ് വരെ അവർക്ക് നൽകിയ മലാഖി വരെ ഉള്ളതെന്ന് പറയാം. യേശു വന്ന ശേഷം പറഞ്ഞതൊന്നും പറയാം, ധൈര്യമായിട്ടും പറയാം. കാര്യം എന്താ? പുത്രൻ പറഞ്ഞു, ഞാനല്ല സംസാരിക്കുന്നത്, പിതാവാകുന്നു. അത് വചനമായി പോയി. അത് കേട്ടിട്ട് യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പേ ഒരു വ്യക്തി വിശ്വസിച്ചാലും
അവൻ മരണപര്യന്തം ഈ യേശുവിനെയും വിശ്വസിക്കുന്നത് ദൈവം ഇഷ്ടമാകയാൽ അങ്ങനെ മരിച്ചുപോയെങ്കിൽ അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവില്ല. വീണ്ടെടുപ്പ് വില കൊടുത്ത ശേഷമേ ഈ ദാനം എന്ന പരിശുദ്ധാത്മാവിനെ അയച്ചുള്ളൂ. അങ്ങനെ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവെന്ന ദാനം അവരുടെ മേൽ വന്നു, ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്തു, സമാഗമ കൂടാരങ്ങളിൽ വസിച്ചു, പിന്നെ അത് മുകളിലേക്ക് പോയി. ഇതായിരുന്നു അന്നത്തെ രീതി. അങ്ങനെ ഉള്ളവർ ബദ്ധന്മാരെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം അവർക്കായി കൊടുത്തപ്പോൾ ആ വചനത്തിന് വേണ്ടി ജീവിക്കുവാൻ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ കുടുംബത്തെയോ ലോകത്തെയോ മനുഷ്യരെയോ പുരോഹിതന്മാരെയോ ആരെയും നോക്കാതെ തങ്ങളെ തന്നെ ജീവിത വിശുദ്ധിയോടുകൂടി ആ വചനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് മരണപര്യന്തം വിശ്വസിച്ചവരാണ് ബദ്ധന്മാർ. അവർക്കന്നുള്ള സ്ഥാനം പർദീസയിലായിരുന്നു. ക്രൂശിലെ കള്ളൻ അവസാന നിമിഷം അവനും പർദീസയിൽ പോകണം. കാര്യം പഴയ നിയമത്തിന്റെ നിവർത്തീകരണം അവിടെ വരണം. യേശു ചെന്നിട്ട് വേണം ബദ്ധന്മാരെ വിടിപ്പിക്കാൻ. അതാണ് യെശയ്യാ പ്രവാചകൻ 32 പറയുന്നത്. അവൻ വരുമ്പോൾ ഉരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ വിടിവിക്കാനും കുണ്ടറയിൽ ഇരിക്കുന്നവർ പീഡിതനെ വിടിവിച്ചയപ്പാനും. അപ്പൊ കുരുടന്മാർ അത് കഴിഞ്ഞ് പറഞ്ഞവരോട് പോകും. ഓക്കെ, ആ ശുശ്രൂഷ തന്നെയാണ് യേശു ഇവിടെ വന്നപ്പോൾ ചെയ്തത്. അതുകൊണ്ടാണ് ബദ്ധന്മാരെ പർദീസിലിരുന്നവരെ മുകളിലേക്ക് കയറി അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ നിയമസഭയിൽ ഒരു ക്രിസ്തു വിശ്വാസി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുള്ളവനായിരിക്കണം. അങ്ങനെ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നത് കൊണ്ട്, എന്നാൽ അവിടെ ആത്മാവ് പർദീസിലായിരുന്നു, ശരീരം അടക്കപ്പെട്ട സ്ഥലത്തായിരുന്നു. യേശു ക്രൂശിൽ മരിച്ച സമയത്ത് കല്ലറ പൊട്ടി, ഭൂമി പിളർന്നു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടി, അവരുടെ ശരീരം മുകളിലേക്ക് വന്നു എന്നേ പറയുന്നുള്ളൂ. പക്ഷെ യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം, അതായത് വീണ്ടെടുപ്പ് വില കൊടുത്തതിന് ശേഷം കല്ലറകളെ വിട്ടു. അപ്പോഴാണ് ആ ആത്മാവിന്റെ പ്രവൃത്തി. ഈ ആത്മാവും ശരീരവുമായിട്ട് അപ്പോഴും ഒരു ബോഡി, അദ്രവത്വമുള്ളത് മാറി ദ്രവത്വമുള്ളത് മാറി അദ്രവത്വമുള്ള ബോഡിയായിട്ട് അതിന് ഈ ആത്മാവുമായിട്ട് കർത്താവ് കൊടുത്ത ദാനം എന്ന പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? അബ്രഹാമിന്റെ മടിയിൽ. എവിടെ? 3-ാം സ്വർഗത്തോളം. അതാണ് പൗലോസ് കണ്ടത്, 3-ാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു. അപ്പോ യേശുക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ചെയ്തതാരാണ്? യേശുക്രിസ്തു തന്നെയാണ്. ഇനി ആരാണ് ഇത് ചെയ്തതെന്ന് യേശുക്രിസ്തു അറിയാം. ലോകം പഠിപ്പിക്കുന്നത് 2ാമത്തെ വ്യക്തിയാണ്. ഇത് ആര് ചെയ്യുമെന്ന് സങ്കീർത്തനം 68:18 നോക്കുക. യഹോവ ചെയ്യുന്ന പ്രവൃത്തിയാണ്. സങ്കീർത്തനം 68:18. ബദ്ധന്മാരെ വിളിവിച്ച് മുകളിലേക്ക് കയറി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ട. ഒന്ന് വായിക്കും സഹോദരി, 68:18 സങ്കീർത്തനം. നീ ഉയരത്തിലേക്ക് കയറി, കണ്ട, ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് ഈ മനുഷ്യരോട്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ബദ്ധന്മാരെ വിടുവിച്ച് മുകളിലേക്ക് പോയി നല്ല ദാനങ്ങളെ കൊടുത്തു എന്ന് എഫേസ്യർ 4:8 പറയുമ്പോൾ അവിടെ കൊടുത്ത ദാനം പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞിരിക്കെ ഈ ലോകത്തുള്ള മനുഷ്യർ വായിച്ചാലും ഇല്ലെങ്കിലും അതിനെ എഴുതി പ്രിന്റ് ചെയ്ത് ഇവരുടെ കയ്യിൽ കൊടുത്തു. എന്തേ വായിക്കാത്ത? അവിടെ ആരെയാണ് ആക്കിയത്? യാഹ് എന്ന ദൈവത്തെ ഈ ബദ്ധന്മാരുടെ ഹൃദയത്തിലേക്ക് നൽകിയത് ആര്? പരിശുദ്ധാത്മാവെന്ന് ഒരിടത്ത്, ദാനമെന്ന് ഒരിടത്ത്, അത് യാഹ് എന്ന ദൈവം. ഇതാണ് ആത്മാവ് ഒന്ന്. ദൈവം മാത്രം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധനായ ദൈവമാണ് പരിശുദ്ധ ആത്മാവ് എന്ന ബോധത്തെ ഈ സംഘടനാ സഭകളിൽ മന്ദമാക്കി വെച്ചിട്ട് പിശാച് പഠിപ്പിച്ചിരിക്കുന്നു. അത് 3ാമത്തെ വ്യക്തി. അവർ പാപത്തിൽ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവം അവനെ, റോമർ 10:9 പറഞ്ഞു തന്നത്, ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം എന്തിനെ ഉയർപ്പിച്ചു? പിതാവ് എന്തിനെ ഉയർപ്പിച്ചു? പിതാവാണ് ആത്മാവ്, അതാണ് ദൈവം. ആ ദൈവം ഈ ക്രിയയെല്ലാം ചെയ്തിട്ട് പിന്നെ അവിടെ പോയി 2 പത്രോസ് വായിക്കുമ്പോൾ നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവരോടും പോയി അറിയിച്ചു. അതാണ് പീഡിതന്മാരെ വിടിവിപ്പാനും. ബദ്ധന്മാർ പർദീസയിലിരുന്നവർക്ക് പിശാചുമായിട്ടൊരു ബന്ധമില്ല. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്, അവരെ കർത്താവ് സംരക്ഷിക്കും. എന്റെ കണ്ണിലെ കൃഷ്ണമണിയാ. ബദ്ധന്മാരാ, മരണപര്യന്തവും വചനത്തിന് വേണ്ടി ജീവിച്ചവരാ. ഇടയ്ക്ക് വെച്ച് തന്നിഷ്ടപ്രകാരം പോയവരല്ല. അഥവാ പോയാൽ മാനസാന്തരപ്പെട്ട് വന്നിട്ട് അവർ മരിക്കുന്ന സമയം ദൈവവചനത്തിലായിരിക്കും. എങ്കിലേ കർത്താവിനെ വിടിവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അപവാദിയായി പിശാച് ഒന്ന് ചോദിക്കും, ആ വ്യക്തി മരിക്കുന്ന സമയത്ത് ഞാൻ ഉപദേശിച്ചതാണ് കേട്ട് നടന്നത് എന്ന് അവൻ വാദിക്കും. അവൻ പോലും വാദിക്കാൻ വരാൻ കഴിയാത്ത തരത്തിൽ കർത്താവ് സ്പഷ്ടമായിട്ടേ ചെയ്യുള്ളൂ. അവനെ എടുത്തിട്ട് ആത്മാവെന്ന ദാനം, അത് പരിശുദ്ധാത്മാവിന് നൽകിയത്. അതിനുശേഷം
പീഡിതന്മാര്, അനുസരണം കെട്ടവർ പീഡിതന്മാര്, അനുസരിച്ചവർ ബദ്ധന്മാര്. ഈ രണ്ട് സ്ഥലത്തും യേശു പോകുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ യേശു വന്നപ്പോൾ ഭൂമിക്കടിയിൽ രണ്ട് ശുശ്രൂഷയും, ഭൂമിക്ക് മുകളിൽ കുരുടനോ കാഴ്ചയും, അടുത്തോ ദരിദ്രനോട് സുവിശേഷവും. പിന്നെ പറയാം. അപ്പോ ഇത്രയും ചെയ്ത ശേഷം ഈ ആത്മാവ് എന്ന പിതാവ് പുത്രനെ ഉയർത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ശരീരം. ശരീരത്തെയാണ് കല്ലറയിൽ വെച്ചത്. ഈ ആത്മാവ് എന്ന ദൈവം അല്ലെങ്കിൽ ഈ പിതാവ് പുത്രനെ ഉയർത്തി ഈ ആത്മാവ് തിരികെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹലോ വിളിക്കേ. അപ്പോ ആത്മാവ് ആത്മാവ് എന്ന പിതാവ് എന്ന ദൈവം തന്റെ സൃഷ്ടി എന്ന ശരീരത്തിലേക്ക് തിരികെ പോയി പ്രവേശിച്ചിട്ട് ദൈവഹിതപ്രകാരം, ഇത് നമ്മൾ പത്രോസിന്റെ ലാസ്റ്റ് പുറത്തേക്ക് വിളിക്കുന്നു മരിച്ചവരെ, അത് ആ ശരീരം ജീവനുള്ളതായി തീർന്നു. പിതാവ് പുത്രനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം വസിച്ച ശരീരം 1 യോഹന്നാൻ 4:2 പറഞ്ഞതുപോലെ ആത്മാവാണ് ജഡത്തിൽ വന്നത്, യേശു ക്രിസ്തുവാണ് ജഡത്തിൽ വന്നത്. ഈ ജഡ ശരീരത്തെ ഈ ആത്മാവെന്ന പിതാവ് ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവ ഇഷ്ടപ്രകാരം ജീവനുള്ളതായി തീർന്നു. അപ്പോൾ തിരികെ ഈ ശരീരം അപ്പോസ്തലന്മാർ അടുത്ത് വരുമ്പോൾ എന്തൊക്കെയുണ്ട്? പ്രാണനുണ്ട്, ആത്മാവുണ്ട്, ജീവൻ പ്രാപിച്ച ഒരു ശരീരമുണ്ട്. ആ ശരീരം മുൻപുള്ള ശരീരമല്ല, സ്വർഗീയ ശരീരമല്ല, മണ്ണ് കൊണ്ടുള്ള ശരീരമല്ല. 3 ടൈപ്പ് ബോഡി ഉണ്ട്. അത് പിന്നീട് പഠിപ്പിച്ചു. അപ്പോ യേശു ക്രിസ്തു ഉയർത്തതിന് ശേഷം അതാണ് അവിടെ പറഞ്ഞത്, എന്നെ തുടരുത്. യേശു ക്രിസ്തു ഉയർത്തതിന് ശേഷം ഞാൻ ഇതുവരെ പിതാവിന്റെ സന്നിധിയിൽ പോയില്ല എന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് വീണ്ടെടുപ്പ് വില കൊടുത്ത ശേഷം തിരികെ വരുമ്പോൾ എന്നെ തൊട്ട് നോക്കാൻ പറഞ്ഞു, വില കയറ്റി നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് തൊടാൻ പറ്റും. അപ്പൊ ഇവിടെ കല്ലറയിൽ നിന്ന ശരീരം പിതാവ് എന്ന ദൈവം ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ ബോഡിയിലേക്ക് പ്രവേശിച്ചിട്ട് ആ ബോഡിയെ ജീവനുള്ളതാക്കി തീർത്തത് പിതാവ്, ദൈവം, ആത്മാവ്. അപ്പോൾ ഇവിടെ പുത്രൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരു വ്യക്തിയെ അല്ല. അവർ ഈ വചനങ്ങൾ വായിച്ചിട്ട് ബുദ്ധിയിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവർ ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല. ഈ എളിയ മനുഷ്യനായ വില്യം മൈരം ബ്രൻഹാമിലൂടെ ദൈവം അന്ത്യനാളിലാണ് ഇവയൊക്കെ അറിയുന്നത്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഈ മെസ്സേജ് കേൾക്കാൻ പറയുന്നത്. ഈ മെസ്സേജ് വായിക്കൂ. സിസ്റ്റർ ഞാൻ നോക്കാം, തന്നേക്കാം. നമ്മൾ ഇനി ഭക്ഷിക്കേണ്ടതും വായിക്കേണ്ടതും കേൾക്കേണ്ടതും ഇതുപോലത്തെ രഹസ്യങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ മെസ്സേജ് ബുക്ക്. ആവശ്യമുള്ള പുസ്തകം ഇരിപ്പുണ്ട്. ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് തരാം, മലയാളം വേണമെങ്കിൽ മലയാളം തരാം. ഇതുപോലത്തെ ഇത് വായിക്കുക. കൂടെ ബൈബിൾ വേണം. ബൈബിൾ ഇല്ലാതെ നേരത്തെ വെക്കുകയും ചെയ്യരുത്. ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് പരിശോധിക്കാൻ ബൈബിൾ ഓരോ നിങ്ങൾ ജാഗ്രത അന്വേഷിച്ചാൽ മതി. കർത്താവ് തന്നെ കാണിച്ചല്ലോ. എനിക്ക് അതിനറിയില്ല പറഞ്ഞത് എവിടെയൊക്കെ കിടക്കും. ഇതൊക്കെ കർത്താവ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ ആരാലും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വെളിപ്പാട് 10:1 പറഞ്ഞതുപോലെ തുറന്നൊരു ചെറു പുസ്തകം. അതാണ് നമ്മുടെ മെസ്സേജ്. ബൈബിൾ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടതാ. ഇതിനകത്ത് എഴുതിയിരുന്ന രഹസ്യം ആർക്കും ഗ്രഹിക്കില്ല. ഈ പരിശുദ്ധാത്മാവുള്ള ബൈബിൾ കോളേജിലെ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ഇത് പഠിപ്പിക്കുന്നുണ്ടോ? അപ്പൊ ദൈവം തന്റെ രഹസ്യം അറിയിക്കുന്നതിന് മുമ്പ് കുടുക്കായിട്ട് കെളി. ഈ യശയാപ്രവാചകൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്തുള്ളവരെ ചിന്തിക്കട്ടെ. അവിടെ സൂത്രത്തിന്മേൽ സൂത്രം, ചട്ടത്തിന്മേൽ ചട്ടം, ഇവിടെ അല്പം അവിടെ അല്പം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. നീ ആരോടാകുന്നു വചനം പഠിപ്പിക്കാൻ പോകുന്നത്? കുടിയന്മാർ ചോദിക്കുകയാണ്. കുറെ കൂടെ താഴെ വരുമ്പോ പറയാണ്, കുറച്ചുകൂടെ താഴെ വരുമ്പോ പറയാണ്, പരിഹാസികൾ പുറകോട്ടു വീണ് നശിച്ചു പോകേണ്ടതിന് യഹോവയുടെ വചനം ഇവിടെ അല്പം അവിടെ അല്പം. ഇത് വളരെ മർമ്മമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞത്. ലോകം അറിയുന്ന മർമ്മമല്ല. അത് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിന് മറച്ചു വെച്ചിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യമാണിതല്ല. അപ്പോ ഈ വക രഹസ്യം അന്ത്യനാളിൽ കർത്താവ് അറിയിക്കുമെന്ന് പറഞ്ഞത് അതേ വചനം നിവർത്തിയായി കഴിഞ്ഞു. ഒരുവനുണ്ട്. ഈ വില്യം ബ്രൻഹാം എന്ന ശരീരവും ഇവിടെ നോക്കരുത്. പത്രോസ് എന്ന ശരീരം നോക്കിയതിട്ടാണ് അവർക്ക് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാൻ കഴിയാത്തത്. പത്രോസിന്റെ ഉള്ളിൽ നിന്ന് ആരാ? യേശുക്രിസ്തു തന്നെ. ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും, ലോകാവസാനത്തോളം ഇരിക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എല്ലാ നാളും.
യേശുവാണ് ക്രിസ്തു എന്ന് പത്രോസ് പറയുകയും ചെയ്ത് കൊലോസ്യർ 1:27 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവം തന്റെ ജനത്തെ അറിയിച്ചിട്ട് ഈ രഹസ്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ് ഈ മെസ്സേജ് ബുക്ക്, ഈ വോയിസ്. ഇതാണ് നിങ്ങൾ കേൾക്കാൻ, ഇതാണ് ഭക്ഷിക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുച്ഛം തോന്നുന്നു എങ്കിൽ പ്രാർത്ഥിക്കുക. അത്രയും. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും വിശ്വസിക്കുന്നില്ലെന്നേ കാണിക്കുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ രഹസ്യം അറിയണോ, മുഴുവൻ സംസാരിച്ച് ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞു. എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ ഇതുപോലെ 24 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്, ജോലി. എന്നാൽ ഇത് തന്നെ വായിച്ച് ധ്യാനിച്ച് ബൈബിൾ എടുത്ത് നോക്കി അതിനെ കുറിച്ച് ഡയറി 2-3 പേർക്കുണ്ട്. ഇതുപോലെ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അന്നാളിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ആ വചനം 3 ഒരിടത്ത് നിങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ പണ്ട് ഒരിക്കൽ ചർച്ചയിൽ പറഞ്ഞതാ, ഇന്ന് വരെ ആരും എനിക്ക് തന്നിട്ടില്ല. ഒരിടത്ത് പറയാണ്, പിതാവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരും, നോക്കട്ടെ. ഒരിടത്ത് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് അറിയിക്കും. അപ്പൊ പിതാവ് അറിയിക്കുന്ന ഒരിടത്ത്, വേറെ അടുത്ത് പറഞ്ഞു ഞാൻ അറിയിക്കുന്നു, മറ്റൊരിടത്ത് ആത്മാവ് നിങ്ങൾ സംസാരിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അറിയിക്കുന്ന ആരാ? ഒരുവൻ. ഇന്ന് അറിയിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ ഞാൻ തന്നെ അവൻ. ഈ നിങ്ങൾ കണ്ടുപിടിക്കുക. സുവിശേഷങ്ങളാണ് ഉള്ളത്. നിങ്ങൾ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന നാളിൽ പിതാവ് സംസാരിക്കുന്നു. ഒരിടത്ത് ഞാൻ കണ്ടുപിടിച്ചു, 3 സ്ഥലത്തുണ്ട്. ആത്മാവ് സംസാരിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, ഒരുവനാണ് സംസാരിക്കുന്നത്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ വീണ്ടെടുപ്പുകാരൻ, വിടുതൽക്കാരൻ. അപ്പൊ ഇവിടെ വരാം. റോമർ 10:9. സിസ്റ്റർ, ഞാൻ പറഞ്ഞ സിസ്റ്റർ രാവിലെ മുതലേ സുവിശേഷം. ഇനി ഇതുപോലുള്ള കാര്യമാണ് പറയാം. അന്ന് പുറത്താക്കും കേട്ടോ, അതും നോക്കില്ല. മനുഷ്യനെ കുറിച്ച് ലജ്ജിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗത്തിന് കൊള്ളാവുന്നവരല്ല. അവര് കൂടെ ന്യായവിധിയിൽ നമ്മുടെ മുമ്പിൽ വരും. അപ്പൊ റോമർ 10:1 പ്രകാരം 10:9 പ്രകാരം ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുന്നു. അതിന്റെ മർമ്മം എന്തെന്നറിയാമോ? മർമ്മം കൊണ്ട് വന്ന് എന്നെ ആശാന്ന് പറഞ്ഞു വിളിക്കും. പോളാശാൻ എന്നൊക്കെ പറയും, ഗ്രൂപ്പിലൊക്കെ സംസാരിക്കും. മർമ്മം ജെറമ്യയെ വിളിക്കും, എന്നെയും വിളിക്കും. എന്നെ ജെറമ്യയെ വിളിക്കുന്നത് ആശാന്റെ ശിഷ്യൻ, കുട്ടി ആശാൻ. എന്നെ വിളിക്കുന്ന ആശാനെന്ന്. മർമ്മങ്ങൾ പറയും, ഇങ്ങനെ പറയും. കാര്യം രഹസ്യമില്ലേ? പിതാവ് പുത്രനെ ഉയർപ്പിച്ചു, ദൈവം അവനെ ഉയർപ്പിച്ചു. കണ്ട, ദൈവം ഉയർപ്പിക്കാൻ ഒരു വ്യക്തി, ഉയർക്കാൻ യേശു ക്രിസ്തു. 2 വ്യക്തി. ബുദ്ധിയിലുള്ള പഠിപ്പില്ല. ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയിരിക്കുന്നു. ജ്ഞാനി എവിടെ? താന്ത്രികൻ എവിടെ? ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ഭോഷമായതിനെ നമ്മളെ തെരഞ്ഞെടുത്തേക്കാണ്. ലജ്ജിപ്പാൻ എന്ന് പറഞ്ഞിട്ട് അതെന്താണത്? മൊത്തം ഇതെല്ലാം പറഞ്ഞു. എന്നാലും കൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ട് ഇത് അവരോട് പറഞ്ഞാലേ അവർ ലജ്ജിക്കുള്ളൂ. പറയാതെ നിങ്ങൾ തന്നെ മിണ്ടാതിരുന്ന ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ അറിഞ്ഞത്. ജ്ഞാനികളാണ് അവര്, ഈ സഭയിലിരിക്കുന്ന പാസ്റ്റർമാരും വിശ്വാസികളും. അവരെ ലജ്ജിപ്പാൻ ദൈവം ഭോഷമായതിനെ പറയുന്നു എങ്കിലേ ഉള്ളൂ കേട്ടോ. ഭോഷമായതായുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനകത്ത് ജ്ഞാനിയാണ്. ഞാൻ ചിന്തിക്കും, ഞാൻ അങ്ങനെ പറയും, എന്റെ ഉള്ള വിലയോടെ കളയാം. യേശു നാമോന്ന് കേൾക്കുമ്പോഴേ ഈ പള്ളിക്കാർ നിങ്ങളെ പറ്റിക്കും. അപ്പോഴും ഞാൻ എന്താണ്? എന്റെ ഉള്ള ദൈവാത്മാവല്ലെന്ന ഞാൻ അങ്ങനെ പഠിപ്പിക്കുള്ളൂ. അപ്പോഴെങ്കിലും ഒരു ഉത്ബോധം ഉണ്ടായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവാത്മാവ് വഴി നടത്തുന്ന ഏവനാണ് ദൈവത്തിന്റെ മക്കൾ. ഞാൻ പോകുന്നതല്ല ദൈവത്തിന്റെ മക്കൾ. ദൈവാത്മാവാണെങ്കിൽ എത്ര പണ്ഡിതന്മാരിരുന്നാലും ഇത് തന്നെ പറയും. അപ്പൊ റോമർ 10:9 രഹസ്യം എന്താണ്? യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ അടുത്തു പോവേണ്ട അവിടെ എഫേസ്യർ 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം എടുക്കുമ്പോൾ യേശുവിനെ കർത്താവ്. അപ്പൊ കർത്താവ് ഒരുവൻ എന്ന് അവിടെ പറയുന്നുണ്ട്. ആ ഒരുവൻ എന്ന് പറയുന്നത് സൃഷ്ടികർത്താവ്, യഹോവയായ കർത്താവ്. അവൻ തന്നെയാണ് ഈ യേശു എന്നറിയണമെന്നാണ് റോമർ 10:9 പറയുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നോക്കൂ, നമ്മുടെ കൂടെ ഉള്ളവർ തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ വിശ്വസിക്കുന്നവർ തീയിലേക്ക്, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ സത്യം വെളിപ്പെടുത്തി തന്നിട്ട് അവരോട് പറഞ്ഞില്ലെങ്കിൽ കർത്താവിന്റെ ഹൃദയം തുടിക്കുന്നത് അവരോട് അറിയിക്കണമെന്നാണ്. അപ്പോഴാണ് ഞാൻ ജ്ഞാനിയല്ലാതാവുന്നതും ആ ജ്ഞാനികൾ ലജ്ജിക്കേണ്ടതിന് ദൈവം തെരഞ്ഞെടുത്ത ഭോഷനാകുന്നത് ഞാൻ. ഭോഷന്മാരുണ്ടെങ്കിൽ പോകും, ദൈവം നടത്തും. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ഭോഷമായതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. നോക്കൂ, പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടും, അവർ ലജ്ജിക്കും. മാത്രമല്ല അടുത്ത വരുന്ന ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതായത് എഴുതിയിരിക്കുന്നത് ദൈവം വേറൊരു വ്യക്തി, യേശുക്രിസ്തു വേറൊരു വ്യക്തി ഉയർപ്പിച്ചു എന്നതാണെങ്കിൽ ഹൃദയം കൊണ്ടല്ല വിശ്വസിക്കുന്നത്, ബുദ്ധി കൊണ്ടാണ്. ഞാൻ ശരീരത്തെ അല്ല നോക്കുന്നത്, അതായത് ബുദ്ധിയല്ല നോക്കുന്നത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വെളിപ്പാടോടുകൂടി ഇങ്ങനെ വെളിപ്പെടുത്താൻ ശരീരമാണ് നിർജീവമായത്, ശരീരമാണ് മരിച്ചത്, ശരീരത്തെയാണ് കല്ലറയിൽ വെച്ചത്, ശരീരത്തിന് വെക്കുന്നതിന് മുമ്പാണ് പ്രാണനെ വിട്ടു, ആത്മാവിനെ തൃക്കരങ്ങൾ സമർപ്പിച്ചു, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ശരീരത്തിലേക്കാണ് ദൈവം എന്ന ആത്മാവ് പ്രവേശിക്കുകയും ആ ശരീരം ജീവനുള്ളതായി തീരുകയും യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം പുത്രനെ ഉയർപ്പിച്ചു. എത്ര സിമ്പിൾ. നമുക്ക്
ആ ആത്മാവോടുകൂടി കേൾക്കുന്ന നമുക്ക് സിമ്പിൾ ഇല്ലേ? ഇത് പറയുമെങ്കിൽ അവർ നമ്മളെ ലജ്ജിപ്പിക്കും. എങ്കിൽ ഭാഗ്യവാൻ. അപ്പൊ എന്തുകൊണ്ട്? ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന്. ഇല്ല എങ്കിൽ അവസാനം ഇതൊന്നും പറയാതെ നടന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നവരെ കുറിച്ച് നമ്മൾ പഠിച്ചാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് പെർഫെക്റ്റ് മാൻ നമ്മൾ പഠിച്ച ഒരു പരിപൂർണ മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ച. ഒരു ക്രിസ്തു വിശ്വാസിയെ പറഞ്ഞു നിർത്താം. 12 അപ്പോസ്തലന്മാരെ കർത്താവ് വിളിച്ചു. ഒരുത്തൻ പോയി യൂദ. കർത്താവ് അവരോടൊന്നും തുണ്ടിടാനൊന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പോയ ശേഷം നിങ്ങൾ മാളികമുറിയിൽ കൂടിയിരുന്ന് ശക്തി ധരിക്കാനേ പറഞ്ഞുള്ളൂ. എവര് കൂടിയിരുന്നു കൊണ്ട് മാനുഷികമായി തെരഞ്ഞെടുത്ത് അവർ മധ്യാസിനെ ദൈവം അവനെ ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ മനുഷിക തെരഞ്ഞെടുപ്പ്? ദൈവം ഉപയോഗിച്ച പുരുഷന്മാരായാലും അവരുടെ ഇഷ്ടത്തിൽ നിൽക്കുന്നവനല്ല ദൈവം, ആത്മാവിന്റെ പ്രേരണയാലാണ് ചെയ്യുന്നത്. അങ്ങനെ 11 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ സുവിശേഷം അറിയിച്ചു. ആദ്യം ഭയങ്കര തീക്ഷ്ണത ഉണ്ടായിരുന്നു. കുറെ കാലം കഴിഞ്ഞ് ഉപദ്രവം വന്ന് എണ്ണയിലിട്ട് തലകീഴായിട്ടിട്ട് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർ ആ സുവിശേഷങ്ങളിൽ വീര്യം കെടുത്തിക്കളഞ്ഞു. പത്രോസ് ഉൾപ്പെടെ എല്ലാവരും. പിന്നെ അതുപോലെ തീക്ഷ്ണതയോടെ അവർ പറയാതെ വന്നപ്പോൾ അവരെ തള്ളിയിട്ട് അവരെ ലജ്ജിപ്പിക്കാൻ, അവരെ പറയുന്നത് വിശ്വസിച്ച് നടന്നതിന് കൊല്ലാൻ അധികാരം പത്രവുമായി വന്നവനെ ദൈവം എടുത്തിട്ട് എല്ലാം പാണ്ഡിത്യം കുഴിച്ചിട്ട് അവന്റെ ജ്ഞാനം കുഴിച്ചിട്ടിട്ട് വെളിപ്പാടിൽ, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ ദൈവം ഒരുവനെ ഉയർത്തിക്കൊണ്ടുവന്നു. അവർക്ക് ലജ്ജിപ്പാനാണ്. അവൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ആര് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ. 1 യോഹന്നാൻ 6:4 വായിക്കും. അവിടെ പറയുന്നത് അപ്പോസ്തലന്മാർ പറയണേ, ഞങ്ങൾ 4:6, 1 യോഹന്നാൻ 4:6 നമ്മൾ വായിച്ചത് 4:2 അതിന്റെ 6-9 പറയണേ, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോസ്തലൻ പറഞ്ഞ സ്നാനം ചെയ്യാത്തവൻ ആരെന്ന് അവിടെ യോഹന്നാനല്ല. കിട്ടിയോ? ഞങ്ങൾ നോക്ക്. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ വിശദീകരിക്കാൻ സമയമായി. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ച് വേർതിരിച്ച് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച പുരോഹിത വർഗം ഞങ്ങൾ ഈ പുരോഹിത വർഗം അപ്പോസ്തലന്മാര് ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അടുത്തതോ? അപ്പൊ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവന് ഞങ്ങളുടെ വാക്ക് കേൾക്കും. വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. അപ്പൊ ഈ കത്തോലിക്ക് മുതൽ പെന്തക്കോസ്തിൽ ഇരിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഏത്? ഞാൻ പറയുന്നല്ല, നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാ. വഞ്ചനയുടെ ആത്മാവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരോട് പറഞ്ഞ സ്നാനം. പത്രോസിനോട് പറഞ്ഞ സ്നാനമൊന്നും എനിക്ക് വേണ്ട. പത്രോസ് അല്ല പറഞ്ഞത്. ഈ എവര് വിശ്വസിക്കുന്ന അത് ബൈബിളിൽ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഇതേ യഹോവ തന്നെ നിങ്ങളെ ശിക്ഷ വിധിക്കും. പഴയ നിമിത്തി കിടപ്പുണ്ട്. അവർ യഹോവ മാത്രം ദൈവം, അതെ തന്നെ. പക്ഷെ ആ യഹോവ അയച്ചു വന്ന വ്യക്തികളെ സ്വീകരിക്കാതെ വന്നപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഇതേ കർത്താവ് തന്നെ നിങ്ങളെ കൊല്ലും. അതുപോലെ പത്രോസ് വന്ന് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എന്ന് പറഞ്ഞപ്പോൾ അത് പത്രോസ് പറഞ്ഞാൽ നമുക്ക് വേണ്ട, യേശുവിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഇതേ യേശുക്രിസ്തു തന്നെയാണ് പത്രോസിനോട് പറഞ്ഞതെന്ന് പറയാനുള്ള ധൈര്യം എനിക്കാദ്യം വെളിപ്പാട് കിട്ടണം. അവര് ചോദിച്ചത് ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പം ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കും. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും ഏതിനാൽ അപ്പോസ്തലനെ കേൾക്കുന്നത് കൊണ്ട്. വാസ്തവത്തിൽ അവർ അപ്പോസ്തലനല്ല, അപ്പോസ്തലൻ പറഞ്ഞ ആത്മാവിനെയാണ് കേൾക്കുന്നത്. യേശുവിന്റെ കാലത്ത് ശരീരം നോക്കിയിട്ട് തള്ളിക്കളഞ്ഞവൻ ആരെ കേട്ടില്ല. എന്നിട്ട് അവൻ എവിടെ പ്രതീക്ഷ വെച്ചു? യഹോവയെ. ഞങ്ങൾക്ക് മോശ പറഞ്ഞത് മതി. മോശ പറഞ്ഞ ആ വചനം തന്നെ നിങ്ങൾ ശിക്ഷ വിധിക്കുന്നു. യേശു യോഹന്നാൻ 8 പറഞ്ഞിട്ടുണ്ട്. ശിക്ഷ വിധിക്കുന്നുണ്ട് മോശ തന്നെ. അതായത് നിങ്ങൾ മോശയുടെ വചനത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് മോശയും പ്രവാചകനും മതി. മോശയും പ്രവാചകനും പറഞ്ഞ വചനത്തിന്റെ നിവൃത്തീകരണത്തിലാണ് അതേ ആത്മാവ് ശരീരത്തിൽ വന്നത്. ജഡീകൻ ജഡശരീരത്തിൽ നോക്കി തള്ളിക്കളഞ്ഞു. ഇന്നും ജഡീകൻ, ഈ സഭയിൽ ഇരിക്കുന്നവർ, മഹാപുരോഹിതൻ എന്ന് പറയുന്നവർ വാസ്തവത്തിൽ വഞ്ചനയുടെ ആത്മാവുമായി നമ്മെ വശീകരിച്ചു കളയാണ്. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ പുറപ്പെട്ടു വരും. നമ്മളിപ്പോ വായിച്ച 1 പത്രോസില് ശേഷം തിരുവഴുത്തുകളെ അത് തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയും. എന്താ ശേഷം തിരുവഴുത്ത്? യേശുക്രിസ്തു പറഞ്ഞതും അപ്പോസ്തലന്മാര് പറഞ്ഞതിലും ശേഷം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരാനിരിക്കുന്നതാണ് ശേഷം തിരുവഴുത്തുകൾ. അതവർ കോട്ടിക്കളയാണ്. ആ വെളിപ്പാടിനല്ല അവർ നിൽക്കുന്നത്, അവരുടെ ബുദ്ധിക്കനുസരിച്ചാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാൻ ഇത്രയും തൊണ്ടകീര് സംസാരിച്ചിട്ട് ഒരു വ്യക്തിയെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരുണ്ടാവുമോ? ഇത് അവരോട് പറയാൻ പറ്റുമോ? റോമർ 10:9 മാത്രം പറയുക. അതിനോട് കണക്ക് ഇത്രയും വചനം മാത്രം നിങ്ങൾ പറയുക.
പറയുന്നു എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാ. അത് സ്നാനപ്പെട്ടാലും സ്നാനപ്പെടാത്ത ആളായാലും പറയുന്നുവെങ്കിൽ സ്വർഗത്തിനുള്ളത് പറയാൻ പറ്റുള്ളൂ. എനിക്കിപ്പോ ഉദാഹരണമായിട്ട് എനിക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. പണ്ട് മുതലേ ഓട്ടം, ഇപ്പോഴും ഓട്ടം, അന്നും ഇന്നും ഓടാതിരിക്കാൻ മാക്സിമം എന്റെ പുരോഹിതന്മാർ തന്നെ പോവരുത് 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 മിണ്ടാതിരിക്കുന്നു. ആത്മാവ് വഴി നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ആ ജഡവും നോക്കിയിട്ട് അവർ പാപം ചെയ്തു, അങ്ങനെ പോയി ഇങ്ങനെ പോയി, അത് പറഞ്ഞു ഇത് പറഞ്ഞു, അത് ജീവിച്ചു. അവർ മാനസാന്തരപ്പെട്ട് കർത്താവിൽ ഇപ്പൊ പത്രോസിനെ തള്ളിക്കളഞ്ഞല്ല, പത്രോസ് മടങ്ങി വന്നു. ആ ക്രൂശി കിടന്ന കള്ളനെ ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ അവൻ അപമാനിക്കപ്പെട്ടവനായിരുന്നു. ആ ലാസ്റ്റ് സെക്കൻഡിൽ അവൻ ഹൃദയം തുടങ്ങി, അവൻ പോയി. അവന്റെ കൂടെ കിടന്നു പറഞ്ഞു, ഈ ദൈവത്തെ സമശിക്ഷാവിധിയിലായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ല, ഈ ക്രൂശി കിടക്കുന്നവൻ ആരാണെന്ന് അവന് വെളിപ്പെട്ട് ദൈവമാണെന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ തിരികെ രാജ്യത്വം പ്രാപിക്കുമെന്ന് ബോധ്യപ്പെട്ടവനാണ് ഈ യേശു തന്നെ കർത്താവെന്ന് റോമർ 19 വിശ്വസിച്ചു. അവൻ രക്ഷിക്കപ്പെട്ടു. പിന്നെ അടുത്ത സ്നാനമേ ഉണ്ട് രക്ഷിക്കപ്പെട്ടവന്. യേശു സ്നാനം എന്താ? ക്രൂശ്, മരണ, അടക്ക, പുനരുത്ഥാനം. അത് കഴിഞ്ഞ് യേശു മരിച്ചു, അവനും മരിച്ചു. യേശുവിനെ അടക്കി, അവനെ അടക്കി. യേശു ഉയർത്തെഴുന്നേറ്റു, അവനെ ഉയർപ്പിച്ചു. ഇതാണ് സ്നാനം. ഈ സ്നാനം കൃത്യമായിട്ട് ആക്ഷരികമായി പോലും ആത്മീയമായി ചെയ്ത ഒരേ ഒരു വ്യക്തിയാണ് ആ ക്രൂശിലെ കള്ളൻ. യേശുവിനോടൊപ്പം നമ്മളെല്ലാം പ്രതീകാത്മകമായ ക്രൂശ്, മരണ, അടക്ക, പുനരുത്ഥാനം എന്ന സ്നാനമാണ് ചെയ്യുന്നത്. ആ വിശ്വാസത്താൽ ദൈവം അത് ആത്മീയമായി കണക്കിടുന്നതാണ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ റോമർ 10:9 പറയുന്നത് ആ ഒരൊറ്റ വചനങ്ങൾ നിങ്ങളടുത്ത് പറയുക. അപ്പൊ പറയുമ്പോൾ പല വചനങ്ങൾ കണക്ട് ചെയ്ത് പറയേണ്ടി വരും. ഇനി ആർക്കെങ്കിലും കൂടുതൽ അറിയാൻ ആഗ്രഹങ്ങൾ നിങ്ങൾ ഫോണിൽ വിളിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വചനങ്ങൾ കണക്റ്റിംഗ് വചനം വേറെ ഉണ്ട്, അതെല്ലാം തന്നാൽ നിങ്ങൾ തന്നെ നോട്ടാക്കി വെക്കുക. അത് മാത്രമെങ്കിലും പറയുക. ആദ്യ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റും, രക്ഷയിലേക്ക് ജനത്തെ കൊണ്ടുവരാൻ പറ്റും. രക്ഷിക്കപ്പെട്ടവനാണ് അടുത്ത സ്നാനം. അവൻ സ്നാനപ്പെട്ട ശേഷം ദൈവസഭയുടെ ഭാഗമാവുക. അപ്പൊ ഇന്ന് ഞാൻ ഇട്ട മെസ്സേജ് കണ്ടല്ലോ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം. ഇതാണ് അഭിഷേകമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്റെ മേൽ മേൽ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അഭിഷേകം എന്ന് പറഞ്ഞത്. അകത്തിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ്, മേൽ വരുന്നത് അഭിഷേകം. അപ്പൊ അഭിഷേകം പോലും വന്നെങ്കിൽ നിങ്ങൾ പോയിരിക്കുമെന്നാണ് വചനം പറയുന്നത്. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. അപ്പൊ നിങ്ങൾ പോയില്ല എങ്കിൽ ഞാനല്ല, കർത്താവ് തന്നെ പറയുന്നു അഭിഷേകം പോലും വന്നിട്ടില്ല. നമ്മൾ എവിടെ ഇരിക്കുന്നു? കർത്താവ് വന്നാൽ ഇപ്പൊ പോകുന്നു. എന്താ പോകാത്ത കാരണം? മറ്റുള്ളവർ പരിഹസിച്ചാലോ? മരണത്തിലേക്ക് പോയ എന്നെ വീണ്ടെടുത്ത കർത്താവിന് ലജ്ജിപ്പിക്കുന്നത് ഞാൻ തന്നെ ആയി പോകുന്നു. എന്നിട്ട് ഞാൻ മണവാട്ടിയാണ്. വാസു കുറെ കാലം കൊണ്ട് ആരെയും വിളിക്കുന്നില്ല, ഒരു വിശ്വാസിയും വരുന്നുമില്ല. ഇനി അടുത്ത് ഒക്ടോബർ നവംബർ ആകുമ്പോഴാണ് അടുത്ത് പാസ് വിളിക്കുന്നത്. അന്ന് കൂട്ടത്തോടെ വരും, കൂട്ടത്തോടെ പോകും. അതൊന്നുമല്ല ആത്മാവ് പ്രാപിച്ചവര്. ആത്മാവ് പ്രാപിച്ചാൽ അല്ലെങ്കിൽ ഇറങ്ങി പോകും. കുറച്ച് ട്രാക്ട് ചുരുട്ടി ബാഗിലോ എവിടെയെങ്കിലും വെച്ച് കൊടുത്തോണ്ടേയിരിക്കും. ലജ്ജ സഹിക്കാൻ എന്റെ നാമം നിമിത്തം. അങ്ങനെയുള്ള കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ലെന്നാണ്. ഇനി വേദനിപ്പിക്കുന്നവരോട് സന്തോഷിക്കുന്നവരുണ്ട് ഇതിനകത്ത്, കൃത്യമായിട്ടുണ്ട്. ഇത് ചെയ്യുന്നവൻ കർത്താവേ എന്നെ അതിന് ഉപയോഗിക്കുന്നില്ല യേശുവേ, ഇതൊന്നും ഇനി എന്തെല്ലാം കാര്യം അറിയാണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെയും ഞാൻ എൻ്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിലെ പല കാര്യവും വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഭ്രാന്തമായി ഓടിക്കൊണ്ടിരുന്ന യേശുവേ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങാണെന്ന്. അതുകൊണ്ട് കാലത്തികവിൽ കർത്താവ് നമ്മെ അടുത്ത പരിപൂർണതയിലേക്ക് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്തടുത്ത സ്റ്റെപ്പുകൾ കർത്താവ് വളർന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി എന്നാൽ 2, 3 കയറി അങ്ങ് വിജയിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ കാല് പോലും വെച്ചില്ല, ഞാൻ തറയിൽ നിൽക്കുകയാണ്. എന്നാലാ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളോട് പറയേണ്ടത്, കർത്താവിന് പകരമായി ഞാൻ പറഞ്ഞതാണ്. ഞാൻ എന്ന ബോഡി നോക്കിക്കൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് കൃതിക്കുന്നുവെങ്കിൽ പൗലോസിനോട് പറഞ്ഞത് നീ ഉപദ്രവിച്ച യേശു ഞാനാകുന്നു. കർത്താവിന്റെ വെളിപ്പാടാ. നോക്ക്, തിരുവത്താഴം കഴിക്കുമ്പോൾ എന്റെ വരവ് വരെയും എന്റെ മരണത്തെ പ്രസ്താവിക്കുക. അതായത് ക്രൂശ് മരണ, അടക്ക, പുനരുത്ഥാനം, നീ പാപിയല്ല, നിനക്ക് വേണ്ടി യേശു മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുവിശേഷം അറിയിച്ചിട്ട് ഏതെങ്കിലും സഭയിൽ കൊണ്ടുവന്ന് ഇതിലിരുന്നെങ്കിൽ ഇനി അതല്ല ശരിയായതിലേക്ക് നടത്തുക. അതല്ലെങ്കിൽ തിരുവത്താഴം കഴിക്കരുതെന്ന. എന്റെ വരവ് വരെ എന്റെ മരണത്തെ പ്രസ്താവിക്കുക. ഇല്ലെങ്കിൽ രോഗം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. യേശു പറഞ്ഞു, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ യോഹന്നാൻ 8:47 നിങ്ങൾ ദൈവസന്തതി അല്ലായികയാൽ കേൾക്കുന്നില്ലെന്ന. ദൈവം തന്നെ പറഞ്ഞിട്ട് ഞാൻ ദൈവസന്തതി ദൈവം പറഞ്ഞ അല്ലെന്ന്. അപ്പൊ ഞാൻ എന്നെ ആക്കിക്കൊണ്ടിരുന്ന ഈ ബദ്ധന്മാർ പോകുന്നിടത്ത് പോകില്ല. ബദ്ധന്മാരുടെ ജീവിത വിശുദ്ധിയോടുകൂടി സ്വന്തം ജീവനെ കാക്ഷിക്കുന്നവൻ അവനെ കളയുന്നു എന്നാണ്. ഇന്ന് രാവിലെ ഉറങ്ങി ഈ ബ്രദർ വചനം കിട്ടി ബ്രദറെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞതാണ്. സ്വന്തം ജീവനെ കാക്ഷിക്കുന്നവൻ നിത്യജീവനെ കളയുന്നു. ഈ ജീവനും ഭക്തി അല്ലെങ്കിൽ സ്വന്തം ബന്ധം എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് കർത്താവ് നിമിത്തം നമ്മൾ കുറച്ച് നല്ലവനാകാൻ ശ്രമിക്കുകയാണ്, ജ്ഞാനിയാകാൻ. ലജ്ജ.
മോശ എന്താ? മിസ്രയീമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിലെ നിന്ന വലിയതെന്നെണ്ണി മറുരൂപലിൽ മോശ വന്നു. നമ്മളോ? നിന്നേന്നും വേണ്ട, ഞാൻ നല്ല രീതിയിലൊന്നും, ഞാൻ മണവാട്ടിയാണ്, ഒരു നിന്നേ ഏറ്റില്ല ഇന്ന് വരെയും. അതുകൊണ്ട് പാസ്റ്റർ വിളിച്ചെങ്കിൽ പോകുന്നവരല്ല, ക്രിസ്തു ഉണ്ടെങ്കിൽ പോകുന്നവരാവുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ ഇഷ്ടം ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ, ഹൃദയം നുറുങ്ങിയവൻ യഹോവ സമീപത്തിലെന്ന. നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയെങ്കിൽ, ഒന്ന് അങ്ങനെ അല്ലാത്തതുകൊണ്ട് നുറുങ്ങി സന്തോഷിച്ചെങ്കിൽ, കർത്താവേ ഇതൊന്നും അറിയാതിരിക്കുക, എന്റെ ജീവിതം തന്നെ കർത്താവിന് സമർപ്പിക്കാൻ എന്നെ സഹായിച്ചല്ല കർത്താവേ, നന്ദി. അതാ ഞാൻ പറഞ്ഞു, രണ്ട് കൂട്ടരുണ്ട്. യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുന്നു പറഞ്ഞപ്പോ നിന്നെ വിട്ടിട്ട് എവിടെ പോകാനെന്ന് പറഞ്ഞവരുണ്ട്, പോകാൻ പറയാതെ പോയവരുമുണ്ട്. നിങ്ങൾ പോകുന്നില്ലേ എന്ന് യേശു ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്നെ വിട്ട് എവിടെ പോകാൻ. അപ്പൊ രണ്ട് ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നു, 3 ടൈപ്പ് ഉണ്ട് സഭയിലുണ്ടാകും. അപ്പൊ അത് ക്ഷമയൊന്നും ചോദിക്കുന്നില്ല. ഞാൻ സംസാരിച്ചത് എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടമത്രേ. അത് ഞാൻ ക്ഷമ ചോദിക്കില്ല. നിങ്ങൾ ഹൃദയം തുടങ്ങിയവരാണ് ഇപ്പൊ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവ് എന്നെ സഹായിക്കണം. കണ്ണു വെച്ചിരിക്കാം. കർത്താവ് എന്നെ നോക്കൂ. നല്ലൊരു ഭാഗം ഇന്നുണ്ടായിരുന്നു, എടുത്തില്ല. അടുത്ത ഭാഗം അടുത്ത ആഴ്ച. നമ്മൾ വിളിച്ച് വേർതിരിച്ചു എന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചെന്താണ്? വിളിച്ചു പുറത്താക്കപ്പെട്ടവർ എന്നാണ് ശരിയായ വെളിപ്പാട്. അപ്പൊ എവിടെ നിന്ന് വിളിച്ചു, ആര് വിളിച്ചു, എന്തിൽ നിന്ന് എന്തിലേക്ക് വിളിച്ചു, ഇതറിയണം. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചാണ്. അപ്പൊ എവിടെയോ ഒരു സഭ എന്ന് പറയുന്ന, ദൈവസഭ എന്ന് പറഞ്ഞ് ജീവൻ പ്രാപിച്ചിരുന്നെന്ന് പറഞ്ഞ് എന്നെ, അത് ശരിയല്ലെന്ന് കണ്ട് എന്നെ പുറത്തേക്ക് വിളിച്ചത് കർത്താവ്. എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവയ്ക്ക് മുമ്പായി വഴി നടത്തും എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന മന്നയാണ് നമ്മുടെ മെസ്സേജ് ബുക്കിൽ ദൈവം മുഴുവനും സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ പുറത്താക്കപ്പെട്ട നമ്മളെ ദൈവം പുറത്താക്കിയെങ്കിൽ പിന്നെ ഞാൻ ഇവിടെയും അവിടെയും കൂടെ പോയാലും ആരെ വിളിച്ചവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, അവൻ അവസാനത്തോളം വഴി നടത്തും. ഇതിനിടയിൽ എന്നെ പരിശോധിക്കാനായിട്ട് പല മേഖലകളും എന്റെ മുമ്പിൽ വരും. വീണുപോയി എന്നിരിക്കാം, സടകുടഞ്ഞെറിഞ്ഞിട്ട് കാലത്തികവിൽ കർത്താവിനോട് കൂടെ ചേരുക, മാനസാന്തരപ്പെടുക, പാവമായിട്ട് പറഞ്ഞ് ഉപേക്ഷിക്കുക, ക്രിസ്തുവിനോട് കൂടെ ചേരുക. അടഞ്ഞ വാതിലുകൾ മുഴുവൻ കർത്താവ് തുറക്കുന്നത്. പാട്ടിലതായിരുന്നു, മുഴുവനും അസാധ്യതകളെ സാധ്യമാക്കുന്നവൻ കർത്താവ്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ക്രിസ്തു നിൽക്കും. ദാവീദ് കർത്താവിന് വേണ്ടി നിന്നത് കൊണ്ടാണ് ദാവീദ് ആ കവണ വെച്ച് അടിച്ചപ്പോൾ ആ കല്ല് എവിടെ കൊള്ളണമെന്നത് ദൈവ നിശ്ചയപ്രകാരം കർത്താവ് അത് കൊള്ളിച്ചത്. അതുപോലെ നമ്മൾ ദൈവ നിശ്ചയപ്രകാരം ദൈവത്തിന്റെ ആത്മാവിനാളാണ് നിൽക്കുന്നതെങ്കിൽ ഈ ശരീരം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ കൂടെയുള്ളവരും വീട്ടുകാരും ഒക്കെയും പരിഹസിക്കും. ഒന്നുമില്ല, പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഫോൺ എടുത്തെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ അനേകരെ, ആ കൂട്ടത്തിലെങ്കിലും പറയുക. കരുണയുള്ള കർത്താവെ, പ്രാർത്ഥിക്കാം. ഐ സറണ്ടർ ആൾ കരങ്ങൾ ഉയർത്തേണ്ടവർക്ക്. കർത്താവെ, ഞാൻ ഏതുമില്ല കർത്താവെ, ബുദ്ധി എന്നെ അബലമാക്കണമേ. ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വം എന്ന് പറയുന്നു. കരുണയുള്ള കർത്താവെ, ഞാൻ എന്ന ഭാവം എന്നിൽ നിന്ന് മാറ്റണമേ. ഞാൻ കർത്താവ് എന്നെ വിളിച്ചു നിർത്തിയിരിക്കുന്നു മണവാട്ടിയാണ് എന്നത് ഭാവമെല്ലാം മാറ്റിയിട്ട് കർത്താവെ, കൃപയാൽ മാത്രം രക്ഷ, കൃപയാൽ മാത്രം വിടുതൽ, കൃപയാൽ മാത്രം അങ്ങനെ നിർത്തിയിരിക്കുന്നു. നിങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നും ആക്കി വെച്ചിരിക്കുന്നത് ഫലം കായ്പാനും കർത്താവാണ് വിളിച്ചത്. നടുന്നവനും നനയ്ക്കുന്നവനും ഏവനുമെല്ലാം വളരുമാറാക്കുന്നത് കർത്താവാകുന്നു. അപ്പോൾ തന്നെ തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനും ദൈവത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും അറിയുവാനുള്ള ആ പ്രാർത്ഥന ഉണ്ടാകണം. ക്രിസ്തു എന്നിൽ വന്നുകൊണ്ട് എന്താണ് എൻ്റെ ബോഡിയിലൂടെ ക്രിസ്തുവിന് ചെയ്യുവാനുള്ളത്, ഞാൻ വചനത്തിന്റെ ഏത് ഭാഗമാണ്, ഏത് കൃപാവരമാണ്, ഏത് ശുശ്രൂഷയാണ് എന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിക്കണം. എന്നിട്ട് അതിനു വേണ്ടി നിൽക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിൽ പ്രയോജനമുള്ളവരും ഫലം കായ്ക്കുന്ന കൊമ്പുകളുമാകും. എന്നിൽ കായ്ക്കാത്ത, അതായത് ഫലം കായ്ക്കാത്ത കൊമ്പൊക്കെയും പിതാവ് വെട്ടി തീയിലിടും അന്ത്യനാളിൽ. കരുണയുള്ള കർത്താവെ, ഇതുവരെ സന്ദേശം ഞങ്ങൾ അറിയിച്ചു. വചനം ഞങ്ങൾ മെസ്സേജ് എടുക്കാനിരുന്ന വേറെ ഇരുന്നു എങ്കിലും കർത്താവെ, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല, നമുക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കർത്താവ് സംസാരിച്ചു. അതിനോട് വിശ്വസ്ത പ്രവർത്തിക്കൊണ്ട് ജീവിപ്പാൻ, മരണപര്യന്തം ക്രിസ്തു യേശുവിൽ തന്നെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. അടുത്ത ആഴ്ചയാണോ? അല്ലല്ല, 2-ാം തീയതി. അടുത്ത ആഴ്ച 26 രാവിലെ പ്രയർ വേണമെന്നുള്ളവർ കരവരുത്തുക. ഓക്കെ, 2 പേരുണ്ട്. വരണവർ വരിക. തലേദിവസം ഞാൻ വിളിച്ചോളാം, വരണമെങ്കിൽ വരിക. നമ്മളിവിടെ തറയിരുന്ന് പ്രാർത്ഥിച്ചവർ, അനുഗ്രഹം വാങ്ങിച്ചവരൊക്കെയാണ്. അതിന്റെ പ്രത്യേകത നമുക്കറിയാം. കർത്താവിലായിരിക്കുക. അപ്പോൾ അടുത്ത ഞായറാഴ്ച 27 കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രാർത്ഥിക്കണം. പ്രത്യേക വിഷയം എന്തെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും?
എന്താ പറയുക? ബാക്ക് പെയിൻ. ഓക്കെ, ഇത് ഓഫ് ചെയ്തോ, ടൈം ലൈവ് ഓഫ് ചെയ്തോ, ബാക്ക്